എല്ലാവർക്കും ആയിട്ടുള്ള മറ്റൊരു സെക്ഷനിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ 2020 PYQs ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2021 അപ്പോൾ ആദ്യത്തെ 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, the governor of the Reserve Bank of India is appointed by the central government. Second statement, certain provisions in the Constitution of India give the central government the right to issue directions to the RBI in public interest. Third statement, the governor of the RBI draws his power from the RBI Act. ഇപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത്? The governor of the RBI is appointed by the central government. ഓക്കെ, RBI ഗവർണർ അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കാരണം RBI ഗവർണർ അപ്പോയിന്റ് ചെയ്യുന്നത് എപ്പോഴും ആരായിരിക്കും? സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഓക്കെ, അതിനുവേണ്ടി എന്താണ് ഒരു അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി ഉണ്ട്. ഓക്കെ, സോ അതെന്താണ് ക്യാബിനറ്റ് കൂടി നിന്നാണ് അതിനുവേണ്ടി ഒരു അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി ഉണ്ട്. സോ അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഗവർണർ ഓഫ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് അപ്പോയിന്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. ഓക്കെ, ബൈ അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി. അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി. Second statement പറയുന്നത് എന്താണ്? Certain provisions in the Constitution of India give the central government the right to issue directions to the RBI in public interest. Then third പറയുന്നത് the governor of the RBI draws his power from the RBI Act. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കാരണം തേർഡ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ RBI പറ്റി പഠിക്കുമ്പോൾ തന്നെ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് എന്താണ്? RBI പറ്റിയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് RBI ആക്ടിലാണ്. ഓക്കെ, സോ ഗവർണർ ഓഫ് RBI derives their power from the RBI Act. ഓക്കെ, RBI Act of 1934. അപ്പോൾ അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഗവർണറിന് എന്താണ് RBIയുടെ ഗവർണർ എന്താണ് അദ്ദേഹത്തിന്റെ പവേഴ്സ് കാര്യങ്ങളെല്ലാം പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ RBI പറ്റി പറയുന്ന കാര്യങ്ങളെല്ലാം മിക്കതും കിടക്കുന്നത് എന്തിലാണ്? RBI ആക്ടിലാണ്. 1934 RBI ആക്ടിലാണ്. Then in second statement പറയുന്നത് എന്താണ്? Certain provisions in the Constitution of India give the central government the right to issue directions to the RBI in public interest. പബ്ലിക് ഇൻട്രസ്റ്റിൽ എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, സെൻട്രൽ ഗവൺമെന്റ് ദ റൈറ്റ് ടു ഇഷ്യൂ ഡയറക്ഷൻസ് ടു RBI in public interest. പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടി എന്താണ് RBIക്ക് റൈറ്റ്സ് ഇഷ്യൂ ചെയ്യാനായിട്ട് സെൻട്രൽ ഗവൺമെന്റിന് പവർ ഉണ്ടല്ലോ, എന്നാൽ സെൻട്രൽ ഗവൺമെന്റ് റൈറ്റ് ഉണ്ട് എന്ന് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് അങ്ങനെ പറയുന്നില്ല. പകരം എവിടെയാണത് അതിനെപ്പറ്റി പറയുന്നത്? ഈ പവർ കിട്ടുന്നത് സെക്ഷൻ 7 ഓഫ് RBI Act 1934 ഓക്കെ, RBI ആക്ടില് സെക്ഷൻ 7 നിന്നാണ് ഈ ഒരു പവർ കിട്ടുന്നത്. അതായത് എന്താണ്? സെൻട്രൽ ഗവൺമെന്റിന് റൈറ്റ് ടു ഇഷ്യൂ ഡയറക്ഷൻസ് ടു ദ RBI ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. ആ റൈറ്റ് കിട്ടുന്നത് എവിടെ നിന്നാണ്? സെക്ഷൻ 7 ഓഫ് RBI Act 1934 നിന്നാണ്. ഓക്കെ, അല്ലാണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് അങ്ങനെ പറയുന്നില്ല. സോ അതുകൊണ്ട് എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതായിരിക്കും? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് റോങ് വരുന്നത്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്, 1 and 3 ഓൺലി ആയിരിക്കും. ഓക്കെ, ഓപ്ഷൻ സി 1 and 3 ഓൺലി ആയിരിക്കും. അതാണ് ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ. അപ്പോൾ RBI പറ്റിയും അതുപോലെ RBIയുടെ റൈറ്റ്സ്, RBIയുടെ ചുമതലകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് RBI ആക്ട് ചെയ്യുന്നത്, അതിൻ്റെ പോളിസി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഗവർണർ, പിന്നെ അതിൻ്റെ ബാക്കി ബോഡീസ്, ഇതെല്ലാം ഞാൻ ജസ്റ്റ് നോക്കി വയ്ക്കുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് RBI എന്ന് പറയുന്നത്. സോ എക്കണോമി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമുക്കത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിത്ത് റെഫറൻസ് ടു കാഷ്വൽ വർക്കേഴ്സ് എംപ്ലോയിഡ് ഇൻ ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. First statement, all casual workers are entitled for employees' provident fund coverage. Second statement, all casual workers are entitled for regular working hours and overtime payment. Third statement, the government can by a notification specify that an establishment or industry shall pay wages only through its bank account. ഇപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റാണ് ശരിയെന്ന് ചോദിച്ചേക്കുന്നത്? ആൻസർ എന്താണ്? ഇത് 3 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കാരണം all casual workers are entitled for employees provident fund coverage. കാരണം നമ്മുടെ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് വഴി EPF ആൻഡ് miscellaneous പ്രൊവിഷൻസ് ആക്ട്. ഓക്കെ, സോ EPF ഫണ്ട്, അതായത് എംപ്ലോയ്മെൻറ്റ് പ്രൊവിഡൻറ്റ് ഫണ്ട്. ഓക്കെ, എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആൻഡ് മിസലേനിയസ് പ്രൊവിഷൻസ് ആക്ട് 1952 ആണ്. ഓക്കെ, സോ ഈ ഒരു ആക്ട് വഴി എന്താണ് ഈ ആക്ടിൻ്റെ സെക്ഷൻ 2F സെക്ഷൻ
2 ക്ലോസ് എഫിൽ എന്ത് പറയുന്നുണ്ട്, അതിൽ കാഷ്വൽ വർക്കേഴ്സിന് അതുപോലെ തന്നെ എന്താണ് നമ്മുടെ നോർമൽ വർക്കേഴ്സിന്, ഓക്കെ കാഷ്വൽ വർക്കേഴ്സ് ആയാലും അതുപോലെ എന്താണ് എംപ്ലോയീസിനെ എന്താണ് ഡിഫൈൻ ചെയ്യുന്നില്ല അതിൽ. ഓക്കെ ഇപ്പോൾ കാഷ്വൽ വർക്കർ ആയാലും പെർമനൻറ്റ് വർക്കർ ആയാലും എന്താണ് അവരെ തമ്മിൽ ഡിഫൈൻ ചെയ്യുന്നില്ല. സോ അതാണ് എന്ത് ഇ പി എഫ് ആൻഡ് മിസ്ലേനിയസ് പ്രൊവിഷൻസ് ആക്ട് 1952 പറയുന്നത്. സോ അതിൻ്റെ സെക്ഷൻ 2F എന്താണ് 2 ക്ലോസ് എഫിൽ എന്താണ് പറയുന്നത്, അതിൽ കാഷ്വൽ വർക്കേഴ്സ് അല്ലെങ്കിൽ തന്നെ പെർമനൻറ്റ് വർക്കേഴ്സ് രണ്ടുപേരും തമ്മിലുള്ള എന്താണ് ക്ലാസിഫിക്കേഷൻ പറയുന്നില്ല അതിൽ. ഓക്കെ സോ രണ്ടുപേരും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ പറയുന്നില്ല. സോ അതുകൊണ്ട് എന്താണ് വർക്കേഴ്സ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സോ അവിടെ എന്താണ് കാഷ്വൽ വർക്കേഴ്സും അതുപോലെ തന്നെ എന്താണ് പെർമനൻറ്റ് വർക്കേഴ്സും എന്താണ് ഇൻക്ലൂഡ് ആവുന്നുണ്ട്. ഓക്കെ സോ അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്, ആൾ കാഷ്വൽ വർക്കേഴ്സ് ആർ എൻറ്റൈറ്റിൽഡ് ഫോർ റെഗുലർ വർക്കിംഗ് അവേഴ്സ് ആൻഡ് ഓവർ ടൈം പേയ്മെൻറ്റ്. ഓക്കെ അത് നമ്മുടെ മിനിമം വേജസ് ആക്ടിലൊക്കെ പറയുന്നുണ്ട്. മിനിമം വേജസ് ആക്ട് അതുപോലെ തന്നെ ഫാക്ടറീസ് ആക്ട്. ഓക്കെ സോ ഇതിലെല്ലാം ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഫാക്ടറീസ് ആക്ട്. സോ ഇതിലെല്ലാം പറയുന്നതാണ് എല്ലാ വർക്കേഴ്സിനും എന്താണ് ഒരു ഫിക്സഡ് സാലറി വേണം. ഓക്കെ ഒരു ഫിക്സഡ് സാലറി അതുപോലെ തന്നെ എന്താണ് റെഗുലർ ആയിട്ടുള്ള ഒരു വർക്കിംഗ് അവറും വേണം. അതുകൂടാതെ ഇനി അവർ ഓവർ ടൈം ആയിട്ട് വർക്ക് ചെയ്ത് എന്താണ് അതിന് പേയ്മെൻറ്റ്, ഓക്കെ ഓവർ ടൈം വർക്കിന് എന്താണ് അതിൻ്റേതായ പേയ്മെൻറ്റ് കൊടുക്കണം. ഓക്കെ മേ ബി അതെന്തായിരിക്കും നോർമൽ വർക്കിൻ്റെ ഡബിൾ ആയിരിക്കും എന്ത് ഓവർ ടൈം വർക്കിന് പേയ്മെൻറ്റ് കൊടുക്കേണ്ടത്. ഓക്കെ സോ എല്ലായിടത്തും കമ്പലല്ല, പക്ഷെ എന്താണ് അങ്ങനെ കൊടുക്കുന്നുണ്ട്. സോ അതാണ് സെക്കൻഡ് വരുന്നത്. അപ്പോൾ മിനിമം വേജസ് ആക്ടിലും അതുപോലെ തന്നെ ഫാക്ടറീസ് ആക്ടിലും എന്താണ് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. അതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ദെൻ തേർഡ് പറയുന്നത് എന്താണ്, ദ ഗവൺമെൻറ് can by a notification specify that an establishment or industry shall pay wages only through its bank account. അത് എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ കാരണം എന്താണ് ഗവൺമെൻറ് ഒരു നോട്ടിഫിക്കേഷൻ വഴി എന്താണ് ആ ഒരു കാര്യം പറയാൻ പറ്റും. ഓക്കെ എങ്ങനെയാണ് ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ എന്താണ് ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് എങ്ങനെ വർക്കേഴ്സിന് പേ ചെയ്ത് കൊടുക്കണം, അവരുടെ ബാങ്ക് അക്കൗണ്ട് വഴി കൊടുക്കാൻ എന്താണ് പറയാനായിട്ട് പറ്റും. സോ ആൻസർ എന്താണ് ഓപ്ഷൻ ഡി ആണ്. 1, 2 and 3 മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. നെക്സ്റ്റ്, which among the following steps is most likely to be taken at the time of economic recession? ഓക്കെ എക്കണോമിക് റിസഷൻ ടൈമിൽ എന്താണ് ഇതിൽ ഏത് സ്റ്റെപ്പാണ് എടുക്കുന്നതാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ എക്കണോമിക് റിസഷൻ എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റി എന്താണ് കുറയുന്നു. ഓക്കെ അല്ലെങ്കിൽ എന്താണ് റെഡ്യൂസ് ആവുന്നുണ്ട്. ഓക്കെ സോ ഡിക്ലൈൻ ഇൻ ദ എക്കണോമിക് ആക്ടിവിറ്റി, ഡിക്ലൈൻ ഇൻ എക്കണോമിക് ആക്ടിവിറ്റി. ഓക്കെ അതുകൂടാതെ എന്തായിരിക്കും ആ ടൈമിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ഡിമാൻഡും കുറയുന്ന ഒരു ടൈമാണ്, ഡിമാൻഡും ഡിക്രീസ് ആവും. സോ അതാണ് എന്തെന്ന് പറയുന്നത് എക്കണോമിക് റിസഷൻ പീരീഡ് എന്ന് പറയുന്നത്. സോ വിച്ച് എമോങ് ദ ഫോളോയിങ് സ്റ്റെപ്സ് മോസ്റ്റ് ലൈക്ലി ടു ബി ടേക്കൺ. ഓക്കെ അതായത് എക്കണോമിക് റിസഷൻ ടൈമിൽ ഇത് ഏത് സ്റ്റെപ്പായിരിക്കും ഏറ്റവും കൂടുതൽ എടുക്കുന്നത് അല്ലെങ്കിൽ നല്ലതായിട്ട് എടുക്കുന്നത് ഏത് സ്റ്റെപ്പാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് നോക്കി, കട്ട് ഇൻ ടാക്സ് റേറ്റ്സ് അക്കമ്പനീഡ് ബൈ ഇൻക്രീസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ ടാക്സ് റേറ്റ് കട്ട് ചെയ്യുന്നുണ്ട്, ബട്ട് ഇൻട്രസ്റ്റ് റേറ്റ് എന്താണ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിനാറിയോ നമുക്ക് എടുത്ത് നോക്കാം. ആദ്യം ടാക്സ് റേറ്റ് കട്ട് ചെയ്യുന്നുണ്ട്, കട്ടിങ് ടാക്സ് റേറ്റ്. ഓക്കെ സോ സ്വാഭാവികമായിട്ടും ടാക്സ് റേറ്റ് കട്ട് ചെയ്യുമ്പോൾ എന്താണ് ഡിസ്പോസിബിൾ ഇൻകം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്പോസിബിൾ ഇൻകം എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്പോസിബിൾ ഇൻകം ഇൻക്രീസ് ആവുന്നുണ്ട്. ഓക്കെ സോ ഇത് എന്തിനു സഹായിക്കുന്നുണ്ട്, നമ്മുടെ ഇൻകം ഇൻക്രീസ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തിനു സഹായിക്കുന്നത് കൺസംഷനും അതുപോലെ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റും സഹായിക്കുന്നുണ്ട്. സോ ഇൻക്രീസ് കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എന്താണ് നമ്മൾ കൺസംഷൻ ചെയ്യും, അതുപോലെ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യും. സോ സ്വാഭാവികമായിട്ടും അത് എന്തിനുള്ള കാര്യമായിരിക്കും, കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുമ്പോൾ എന്തായിരിക്കും അത് റിസഷനിൽ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുമ്പോൾ അവിടെ ജോലി സാധ്യതകൾ കൂടുന്നുണ്ട്, ജോലി സാധ്യതകൾ കൂടുമ്പോൾ എന്താണ് ആളുകൾക്ക് ജോലി കിട്ടുന്നുണ്ട്, ജോലി കിട്ടുമ്പോൾ പൈസ കിട്ടും. സോ അതെന്താണ് റിസഷനിൽ നിന്ന് ഉയർന്നു വരാനുള്ളൊരു മാർഗ്ഗമാണ്. സോ ഹെൽപ്സ് ഇൻ റിസഷൻ പീരീഡ്. അപ്പോൾ കട്ടിങ് ടാക്സ് എന്ന് പറയുന്നത് എന്താണ് റിസഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ പറയുന്നത് എന്താണ് അക്കമ്പനീഡ് ബൈ ഇൻക്രീസ് ഇൻ ദ ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ ടാക്സ് റേറ്റ് കട്ട് ചെയ്യുക മാത്രമല്ല ആ ടൈം എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്താണ് ഇൻക്രീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞേക്കുന്നു. അപ്പോൾ ആ ഒരു ഇതും കൂടെ നമുക്ക് എടുത്തു നോക്കാം. ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് ഇൻക്രീസ് ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണ് നമുക്ക് ബോറോ ചെയ്യുന്നത് എക്സ്പെൻസീവ് ആവുന്നുണ്ട്. നമ്മൾ എന്താണ് ബോറോ ചെയ്യുന്നത്, ബാങ്കിൽ നിന്നാണ് ബോറോ ചെയ്യുന്നത്, അത് നമുക്ക് എക്സ്പെൻസീവ് ആവുന്നു, കാരണം ഒരുപാട് ഇൻട്രസ്റ്റ് എടുക്കേണ്ടി വരും. സോ ബോറോയിങ് എക്സ്പെൻസീവ്.
ബോറോ എക്സ്പെൻസീവ് ആകുമ്പോൾ നോർമലി എന്ത് സംഭവിക്കുന്നുണ്ട്, നമ്മുടെ ബോറോ ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ബോറോ ചെയ്യുന്നത് കുറയുന്നു വെച്ചാൽ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ആയാലും അതുപോലെ തന്നെ കൺസംഷൻ ആയാലും ഇതെല്ലാം എന്താണ് കുറയുള്ളൂ. കാരണം പൈസ ഇല്ലാതെ നമുക്ക് എന്താണ് ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സാധനങ്ങൾ മേടിക്കാനോ ഒന്നും പറ്റത്തില്ല. സോ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് ഡിസ്കറേജ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ കാര്യങ്ങളെല്ലാം എന്താണ് കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, കുറയ്ക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് എന്തിനോട് ലീഡ് ചെയ്യും, വീണ്ടും റിസഷനിലേക്ക് പോകത്തേ ഉള്ളൂ. ഓക്കെ, റിസഷനിൽ നിന്ന് എന്താണ് കയറി വരാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു എന്തായിരുന്നു, കട്ട് ഇൻ ടാക്സ് റേറ്റ് പറഞ്ഞു. ടാക്സ് റേറ്റ് എന്താണ് റിസഷനിൽ നിന്ന് കയറി വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെങ്കിലും പക്ഷേ അതേസമയം എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് അത് റിസഷന് കാരണമാകത്തേ ഉള്ളൂ. സോ അതാണ് എന്ത് ഫസ്റ്റ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ എലിമിനേറ്റ് ചെയ്യാം, കാരണം രണ്ടും കൂടെ വരുമ്പോൾ എന്താണ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നെക്സ്റ്റ് നോക്കി, ഇൻക്രീസ് ഇൻ ദ എക്സ്പെൻഡിച്ചർ ഓൺ പബ്ലിക് പ്രോജക്റ്റിലേക്ക് ഇത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നോക്കാം. അപ്പോൾ നോർമലി എന്താണ് പബ്ലിക് പ്രോജക്റ്റുകളുണ്ട്, നമുക്ക് എന്താണ് ഒരുപാട് പബ്ലിക് പ്രോജക്റ്റുകളുണ്ട്, അതിലേക്ക് എന്താണ് ഗവൺമെൻറ് ഫണ്ട് ഇറക്കുകയാണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഇൻക്രീസ് ഇൻ എക്സ്പെൻഡിച്ചർ ഓൺ പബ്ലിക് പ്രോജക്റ്റ്, ഇൻക്രീസിങ് എക്സ്പെൻഡിച്ചർ ഓൺ പബ്ലിക് പ്രോജക്റ്റ്. സ്വാഭാവികമായിട്ടും പബ്ലിക് പ്രോജക്റ്റിലേക്ക് നമ്മൾ ഏത് ചെയ്താൽ എന്താണ് പൈസ കൊടുത്താൽ എന്തായാലും സംഭവിക്കുന്നത്, അവിടെ പുതിയ ജോബ്സ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, കാരണം ഗവൺമെൻറ് എന്താണ് പബ്ലിക് പ്രോജക്റ്റിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണ് അവിടെ പുതിയ ജോബ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പുതിയ അവസരങ്ങൾ എന്താണ് ക്രിയേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. സോ ക്രിയേഷൻ ഓഫ് ന്യൂ ജോബ്സ് ആൻഡ് ആൾസോ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും എക്കണോമിയിൽ, ഇൻക്രീസ് ഡിമാൻഡ്. സ്വാഭാവികമായിട്ട് എന്തായിരിക്കും സംഭവിക്കുന്നത്, ഈ ഒരു കാര്യം കാരണം നമ്മൾ എക്കണോമി ബൂസ്റ്റ് ആവത്തേ ഉള്ളൂ. കാരണം ആളുകൾ എന്താണ് ജോലി കിട്ടിയ ആളുകളുടെ കയ്യിൽ പൈസ വന്നാൽ എന്താണ് അവരെ ചിലവഴിക്കുമ്പോൾ എന്താണ് ഡിമാൻഡ് കൂടും. അപ്പോൾ ഇതിനനുസരിച്ച് എന്താണ് എക്കണോമി ബൂസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. സോ എക്കോണമി ബൂസ്റ്റ്. സോ അപ്പോൾ ഏതായിരിക്കും എക്കണോമിക് റിസഷൻ്റെ സമയത്ത് നമുക്ക് വേണ്ടത് നമ്മൾ എക്കണോമി ബൂസ്റ്റ് ചെയ്യുക. കാരണം ഇവിടെ എന്താണ് അപ്പോൾ അത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ ആൻസർ ഏതായിരിക്കും വരുന്നത്, നോർമലി ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും വരുന്നത്. കാരണം അവിടെ എന്താണ് വേറെ നെഗറ്റീവ് കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മൾ പബ്ലിക് പ്രോജക്റ്റിൽ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, സ്വാഭാവികമായിട്ടും എന്താണ് അവിടെ പുതിയ ജോലി ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പുതിയ അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. സോ അതിൻ്റെ ഫലമായിട്ട് എന്താണ് ആളുകൾക്ക് ജോലി കിട്ടുന്നുണ്ട്, പൈസ വരുന്നുണ്ട്. സോ ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ കൂട്ടാം. അതുകൂടാതെ എന്താണ് എക്കണോമിയിൽ തന്നെ എന്താണ് ഒരു ബൂസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. സോ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്ത് സംഭവിക്കാം, ഈ റിസഷനിൽ നിന്ന് കയറി വരാനായിട്ട് പറ്റും, എക്കണോമിക് റിസഷനിൽ നിന്ന് കയറി വരാൻ പറ്റും. സോ അതപ്പോൾ എന്താണ് ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. സോ ആൻസർ ഏതായിരിക്കും, ഓപ്ഷൻ ബി ആയിരിക്കും വരുന്നത്. കാരണം ഇൻക്രീസ് ഇൻ ദ എക്സ്പെൻഡിച്ചർ ഓൺ ദ പബ്ലിക് പ്രോജക്റ്റ്, അതാണ് എന്ത് ആൻസർ ഉണ്ട്. ഇനി നമുക്ക് ബാക്കി ഓപ്ഷൻ കൂടെ നോക്കാം. ജസ്റ്റ് എന്ത് ഇൻക്രീസ് ഇൻ ടാക്സ് റേറ്റ് അക്കമ്പനീഡ് ബൈ റിഡക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, ടാക്സ് റേറ്റ് കൂട്ടുന്നു ബട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം ടാക്സ് റേറ്റ് കൂട്ടുമ്പോൾ ഉള്ള കാര്യം നോക്കാം എന്താണെന്ന്. ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്, നമ്മുടെ ഡിസ്പോസിബിൾ ഇൻകം കുറയുകയാണ് ചെയ്യുന്നത്. റെഡ്യൂസിങ് ഡിസ്പോസിബിൾ ഇൻകം, റെഡ്യൂസ് ഡിസ്പോസിബിൾ ഇൻകം. ഡിസ്പോസിബിൾ ഇൻകം റെഡ്യൂസ് ചെയ്താൽ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട്, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഡിസ്കറേജ് ചെയ്യും. ഓക്കെ, സോ അത് നോർമലി ഡിസ്കറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. കാരണം കയ്യിൽ പൈസ ഇല്ല. ഇൻവെസ്റ്റ്മെൻറ്റിനെ ഡിസ്കറേജ് ചെയ്താൽ വീണ്ടും എന്താണ് റിസഷനെ കുറച്ചും കൂടെ വേഴ്സൺ സിറ്റുവേഷൻ ആക്കിയുള്ളൂ. ഓക്കെ, സോ അതെന്താണ് വീണ്ടും നെഗറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ഫോർ റിസഷൻ ആയിരിക്കും. സോ എന്താണ് അത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. സോ ഇവിടെ പറയുന്നത് ഇൻക്രീസിങ് ടാക്സ് റേറ്റ്. അപ്പോൾ ഇൻക്രീസിങ് ടാക്സ് റേറ്റ് എന്താണ് എന്തായാലും വരത്തില്ല. ഓക്കെ, ബട്ട് അതേ ടൈമിൽ എന്താണ് റിഡക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ എന്തായിരിക്കും നോക്കാം. നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയാണ്, റെഡ്യൂസ് ഇൻട്രസ്റ്റ്. സ്വാഭാവികമായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ എന്താണ് ആൾക്കാർ ബോറോ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ബോറോയിങ് കൂടും, ബോറോയിങ് ഇൻക്രീസ് ആവും. ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ ബോറോ ഇൻക്രീസ് ആവും. ബോറോ ഇൻക്രീസ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് കയ്യിൽ പൈസ ഉണ്ടാവും. അപ്പോൾ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ആവും, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ആവും, അല്ല എന്താണ് എൻകറേജ് ചെയ്യും. അതപ്പോൾ എന്താണ് എക്കണോമിക് റിസഷൻ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, റിസഷൻ പീരീഡിൽ അതൊരു പോസിറ്റീവ് ഫാക്ടർ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇൻക്രീസിങ് ടാക്സ് റേറ്റ് നെഗറ്റീവ് ആയിട്ടാണെങ്കിലും റിഡക്ഷൻ ഇൻട്രസ്റ്റ് റേറ്റ് എന്താണ് ഒരു പോസിറ്റീവ് ഫാക്ടറാണ്. പക്ഷേ രണ്ടും കൂടെ വരുമ്പോൾ എന്തായിരിക്കും എക്കണോമിക് റിസഷൻ ഓക്കെ ആയിരിക്കത്തില്ല. ഇതിലിപ്പോൾ റിഡക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് മാത്രമേ നമുക്ക് എന്താണ് അത് കൺസിഡർ ചെയ്യാമായിരുന്നു. പക്ഷേ ഇവിടെ എന്താണ് ഇൻക്രീസിങ് ടാക്സ് റേറ്റ് വരുന്നുണ്ട്. സോ ആ ഒരു ഓപ്ഷൻ നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ നമുക്ക് ലാസ്റ്റ് ഉള്ളതാണ് റിഡക്ഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ ഓൺ പബ്ലിക് പ്രോജക്റ്റ്. ഓക്കെ, റിഡക്ഷൻ ഓഫ്
expenditure on public project. നമ്മൾ നേരത്തെ പറഞ്ഞു പബ്ലിക് പ്രോജക്റ്റിലേക്ക് പൈസ ഇറക്കിയപ്പോഴാണ് എന്ത് ചെയ്ത് റിസഷനിൽ നിന്ന് കയറി വരാനായിട്ട് പറ്റിയത്. കാരണം നമ്മൾ പൈസ ഇറക്കുന്നതോട് എന്താണ് അവിടെ അവസരങ്ങൾ കൂടുന്നുണ്ട്, അതുപോലെ എന്താണ് അവസരം കൂടുമ്പോൾ ആളുകൾ പൈസ കിട്ടുന്നുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്നുണ്ട്, റിസഷനിൽ നിന്ന് മാറി ഒരു എക്കണോമി ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ്, റിഡക്ഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ ഓൺ പബ്ലിക് പ്രോജക്റ്റ്. പബ്ലിക് പ്രോജക്റ്റിലെ എക്സ്പെൻഡിച്ചർ എന്താണ് റെഡ്യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും സംഭവിക്കുന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞതിന് തിരിച്ചതേ ഓപ്പോസിറ്റ് ആയിരിക്കും നടക്കുന്നത്. കാരണം റെഡ്യൂസ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല, എക്കണോമി ബൂസ്റ്റ് ആവുന്നില്ല, എഗെയിൻ റിസഷനിൽ തന്നെ എന്താണ് നിൽക്കേണ്ടി വരും. സോ അതുകൊണ്ട് എന്താണ് ആ ഒരു ഓപ്ഷൻ നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ഡിമാൻഡ് കുറയുകയും അതുപോലെ എന്താണ് അത് ജോബ് ലോസസ് ഒക്കെ ഉണ്ടാകുകയും ജോബ് ഇല്ലാതാവുകയൊക്കെയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് നമ്മൾ പബ്ലിക് പ്രോജക്റ്റിൽ എക്സ്പെൻഡിച്ചർ റെഡ്യൂസ് ചെയ്താൽ അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്താണ് വീണ്ടും റിസഷൻ വേഴ്സൺ ആവത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആ ഓപ്ഷൻ എന്താണ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ആൻസർ എന്താണ് ഓപ്ഷൻ ബി ആണ്, ഇൻക്രീസ് ഇൻ എക്സ്പെൻഡിച്ചർ ഓൺ പബ്ലിക് പ്രോജക്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Fourth question, other things remains unchanged. Market demand for goods might increase if, first statement, price of its substitute increase, price of its complement increases, the good is an inferior good and income of the consumer increases, its price falls. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് എന്താണ് മാർക്കറ്റ് ഡിമാൻഡ് ഫോർ എ ഗുഡ് മൈറ്റ് ഇൻക്രീസ് എന്ന് പറയുന്നത്? ഓക്കെ, ഒരു ഗുഡിൻ്റെ മാർക്കറ്റ് ഡിമാൻഡ് ഇൻക്രീസ് ആവണമെങ്കിൽ ഏതൊക്കെയാണ് പറയുന്നത്? നമുക്കിതിൽ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ഏതാണ്? സ്വാഭാവികമായിട്ടും ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ്സ് പ്രൈസ് ഫോൾസ്. ഓക്കെ, പ്രൈസ് കുറയുകയാണ്. പ്രൈസ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, നമുക്കിപ്പോൾ 100 രൂപയ്ക്ക് കിട്ടി 1 കിലോ ആപ്പിളിന് 100 രൂപയാണ്, അത് 1 കിലോ ആപ്പിളിന് 50 രൂപയാകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് പ്രൈസ് കുറയാണ് അവിടെ ചെയ്യുന്നത്. പ്രൈസ് കുറയുമ്പോൾ എന്താണ് ആൾക്കാർ കൂടുതൽ പോയി ആപ്പിൾ മേടിക്കാനായിട്ട് പോകും. അപ്പോൾ ആപ്പിളിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യും? കൂടും. ഓക്കെ, അപ്പോൾ പ്രൈസ് കുറഞ്ഞപ്പോൾ ഡിമാൻഡ് കൂടി. അതുപോലെ പ്രൈസ് കൂടി എന്ത് സംഭവിക്കും? ഡിമാൻഡ് കുറയും. സോ ഇത് നമ്മൾ എന്താണ് ലാ ഓഫ് ഡിമാൻഡിൽ പഠിച്ചിട്ടുള്ളതാണ്. ലാ ഓഫ് ഡിമാൻഡിലാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഇറ്റ്സ് പ്രൈസ് ഫോൾസ്, പ്രൈസ് ഫോൾ ചെയ്യുന്നുണ്ട്, സ്വാഭാവികമായിട്ട് എന്താണ് ഡിമാൻഡ് കൂടി. ഓക്കെ, സോ മാർക്കറ്റ് ഡിമാൻഡ് ഫോർ എ ഗുഡ് മൈറ്റ് ഇൻക്രീസ് ആണ് ചോദിച്ചിരുന്നത്. അപ്പോൾ അതെന്താണ് എന്തായാലും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ 4 ഇല്ലാത്ത ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇത് നോക്കി, ഇനി ഏതൊക്കെയാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് നോക്കി. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തേ, പ്രൈസ് ഓഫ് ഇറ്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻക്രീസ്. അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻക്രീസ് എന്നാണ് പറയുന്നത്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് വെച്ചാൽ എന്താണ്, നമുക്കിപ്പോൾ ചായയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ഏതായിരിക്കും അത്? ടീയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് പറയുന്നത് ഏതായിരിക്കും? കോഫിയാണ്. ഓക്കെ, ടീക്ക് പകരം ഏതെടുക്കാം? നമുക്ക് കോഫി എടുക്കാം. അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് വരുന്നത്. അപ്പോൾ നോർമലി ചായയുടെ വില എത്രയായിരുന്നു? 10 രൂപയാണ്. കോഫിക്ക് 15 രൂപയായി. അപ്പോൾ കോഫി ഇൻട്രസ്റ്റ് ഉള്ളവർ എന്ത് ചെയ്യും? പോയിട്ട് കോഫി മേടിച്ച് കുടിക്കും. ഓക്കെ, പക്ഷേ അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് കോഫിയാണ്, സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ 15 രൂപയുള്ള കോഫിക്ക് എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ വില ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 15 രൂപയുള്ള കോഫിക്ക് 20 രൂപയാക്കി. ഓക്കെ, 15 രൂപയുള്ള കോഫിക്ക് 20 രൂപയാക്കി. അപ്പോൾ പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻക്രീസ് ആവുന്നുണ്ട്. അപ്പോൾ നോർമലി എന്തായിരിക്കും സംഭവിക്കുന്നത്? ചായയുടെ ഡിമാൻഡ് കൂടും. കാരണം 20 രൂപ 15 രൂപയുള്ള കയ്യിൽ, പക്ഷേ എന്താണ് കോഫിക്ക് 20 രൂപയാണ്. അപ്പോൾ 5 രൂപയും കൂടെ ഉണ്ടെങ്കിൽ കോഫി മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 5 രൂപ ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? നമ്മൾ ചായ മേടിച്ച് കുടിക്കാനായിട്ട് പോകും. ഓക്കെ, പിന്നെ 5 രൂപയുടെ കണ്ടുപിടിച്ച് കോഫി കുടിക്കാൻ പോകുന്നതിനെക്കാട്ടി നമുക്ക് എന്താണ് ഉള്ളത് വെച്ച് ചായ കുടിക്കുക എന്നുള്ള ഇതിലോട്ട് പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ടീയുടെ ഡിമാൻഡ് കൂടും. ഓക്കെ, കാരണം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള കോഫിയുടെ പ്രൈസ് കൂടുമ്പോൾ ടീയുടെ ഡിമാൻഡാണ് എന്ത് കൂടുന്നത്. ഓക്കെ, പ്രൈസ് കൂടിയ സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രൈസ് കൂടുമ്പോൾ ടീയുടെ ഡിമാൻഡ് കൂടും. കാരണം 15 നിന്ന് 20 എത്തിയപ്പോൾ നമ്മളെന്താണ് ആ പൈസയ്ക്ക് പോയി നേരെ എന്ത് ചെയ്യും? ചായ മേടിച്ച് കുടിക്കും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. എന്തായിരുന്നു? പ്രൈസ് ഓഫ് ഇറ്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻക്രീസ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രൈസ് ഇൻക്രീസ് ആവുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? നമ്മുടെ ഗുഡിൻ്റെ ഡിമാൻഡ് കൂടും. അപ്പോൾ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ 1 റൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ 1 ശരിയാകുമ്പോൾ നമുക്ക് വേറെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ഇനി സെക്കൻഡ് നോക്കി, പ്രൈസ് ഓഫ് ഇറ്റ്സ് കോംപ്ലിമെൻറ്റ് ഇൻക്രീസസ്. ഓക്കെ, അതിൻ്റെ കോംപ്ലിമെൻറ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ആവുമെന്നാണ് പറയുന്നത്. ഓക്കെ, കോംപ്ലിമെൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ കൂടെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ചായയുടെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഴംപൊരി പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് ഒരു കാറ് മേടിച്ചു, അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്താണ്? ഫ്യൂവലാണ്. കാരണം ഫ്യൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ കാറും ഫ്യൂവലും എടുക്കാം, കാറും അതുപോലെ എന്താണ് ഫ്യൂവലും എടുക്കാം. അപ്പോൾ പ്രൈസ് ഓഫ് ഇറ്റ്സ് കോംപ്ലിമെൻറ്റ് ഇൻക്രീസ്. കാറിൻ്റെ കോംപ്ലിമെൻറ്റ് ഫ്യൂവലാണ്. അപ്പോൾ ഫ്യൂവലിൻ്റെ പ്രൈസ് ഇൻക്രീസ് ആയി. ഫ്യൂവലിൻ്റെ പ്രൈസ് ഇൻക്രീസ് ആകുമ്പോൾ നമ്മൾ പോയി എന്താണ് ഇങ്ങനെ പെട്രോളിൻ്റെ വില കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആ ടൈമിൽ നമ്മൾ പോയി കാർ എടുക്കാൻ നോക്കും പുതിയൊരു.
ഓക്കെ, എന്തായാലും നമ്മൾ കാർ എടുക്കത്തില്ല, കാരണം കാർ എടുത്താൽ പിന്നെ എന്താണ് പെട്രോൾ അടിക്കാനുള്ള പൈസയൊന്നും നമ്മൾ കണ്ടുപിടിക്കണം. സോ ആ ഒരു ടൈമിൽ കാറിൻ്റെ കോംപ്ലിമെൻ്റിൻ്റെ പൈസ കൂടുമ്പോൾ അല്ലെങ്കിൽ ഫ്യൂവലിൻ്റെ പൈസ കൂടുമ്പോൾ എന്താണ് കാറിൻ്റെ ആ ഒരു ഡിമാൻഡ് കുറയത്തേ ഉള്ളൂ. ആൾക്കാർ എന്താണ് കാറ് വാങ്ങാൻ കുറയ്ക്കും. അപ്പോൾ അതേസമയം എന്താണ് കോംപ്ലിമെൻ്റ് റേറ്റ് കുറയുകയാണ്. അപ്പോൾ പെട്രോളിന് വില എന്താണ് ഇപ്പോൾ 100 രൂപയിൽ കിടന്നതിന് 10 രൂപയിലോട്ടെത്തി എന്താണ് ആളുകൾ സ്വാഭാവികമായിട്ടും പോയിട്ട് കാറ് മേടിക്കും. ഓക്കെ, അപ്പോൾ ഗുഡിൻ്റെ ഇതെന്താണ് കൂടും. പക്ഷേ ഇവിടെ എന്താണ് ഫ്യൂവലിൻ്റെ പ്രൈസ് കൂടുമ്പോൾ അല്ലെങ്കിൽ കോംപ്ലിമെൻ്റിൻ്റെ പ്രൈസ് കൂടുമ്പോൾ ഇപ്പോൾ 100 രൂപ കിടന്നത് 1000 രൂപയിലാകുമ്പോൾ എന്താണ് ആൾക്കാർക്ക് കാര്യമില്ല, കാറ് മേടിച്ചാലും പിന്നെ എന്താണ് പെട്രോൾ അടിക്കാനും കൂടെ പൈസ കൊടുക്കും. അപ്പോൾ എന്താണ് കാറിൻ്റെ ഡിമാൻഡ് കുറയത്തേ ഉള്ളൂ. സോ അതാണ് ഇവിടെ പറയുന്നത്, പ്രൈസ് ഓഫ് ഇറ്റ്സ് കോംപ്ലിമെൻറ്റ് ഇൻക്രീസസ്. അതായത് ഫ്യൂവലിൻ്റെ പ്രൈസ് ഇൻക്രീസ് ആയി, അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തിൻ്റെ കാറിൻ്റെ ഡിമാൻഡ് കുറയത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്തായാലും എടുക്കാനായിട്ട് പറ്റില്ല, കാരണം ഡിമാൻഡ് കൂടുന്നതാണ് നമുക്ക് ചോദിച്ചേക്കുന്നത്. അപ്പോൾ രണ്ടാമത് ക്യാൻസൽ ചെയ്യാം. നെക്സ്റ്റ്, ദ ഗുഡ് ഈസ് ആൻ ഇൻഫീരിയർ ഗുഡ് ആൻഡ് ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഇൻക്രീസസ്. ഓക്കെ, ഗുഡ് എന്താണ് ഒരു ഇൻഫീരിയർ ഗുഡ് എന്നാണ് പറയുന്നത്. ഇൻഫീരിയർ ഗുഡ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഒരു എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എന്ന് വെച്ചാൽ അതൊരു ഇൻഫീരിയർ ഗുഡാണ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് 10,000 രൂപ സാലറി ഉണ്ടായിരുന്ന ടൈമിൽ ഞാൻ എന്ത് ചെയ്യും? രാവിലെ ജോലിക്ക് പോകാനായിട്ട് ബസ്സിൽ കയറി പോകും. ഓക്കെ, 10,000 രൂപ സാലറി ഉണ്ടാകുന്ന ടൈമിൽ രാവിലെ ജോലിക്ക് പോകണമെങ്കിൽ ബസ്സിൽ കയറി പോകും. കാരണം എനിക്ക് അത് മാത്രമേ എന്താണ് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ബസ്സിൽ പോകുമ്പോൾ മാത്രമേ അഫോർഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷേ അതേസമയം എന്താണ് അടുത്ത ദിവസം അപ്പോൾ എനിക്ക് സാലറി ഇൻക്രീസ് വന്നു, എത്രയായി? 10,000-ൽ നിന്ന് 1,00,000 രൂപയിലോട്ട് മാറി. ഓക്കെ, സോ 10,000-ൽ കിടന്നിന്ന് ഒറ്റയടിക്ക് എന്താണ് 1,00,000 രൂപയായി. അപ്പോൾ ഇവിടെ എന്താണ് പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്തിന് എക്സാമ്പിളാണ്? ഒരു ഇൻഫീരിയർ ഗുഡിന് എക്സാമ്പിളാണ്. ഓക്കെ, ഗുഡ് ഈസ് എൻ ഇൻഫീരിയർ ഗുഡ്. ഓക്കെ, ആൻഡ് ഇൻകം ഓഫ് കൺസ്യൂമർ ഇൻക്രീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇൻഫീരിയർ ഗുഡ് പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇൻഫീരിയർ ഗുഡാണ്. അപ്പോൾ അതിൽ എന്താണ് അതായത് ബസ്സിൽ ഞാൻ എന്താണ് 10,000 രൂപ സാലറി ഉണ്ടായിരുന്ന ടൈമിൽ ബസ്സിൽ കയറി പോയിരുന്നു. പക്ഷേ എൻ്റെ സാലറി എന്താണ് 1,00,000 അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഒന്നുകിൽ ഞാൻ സ്വന്തമായിട്ടൊരു വണ്ടി മേടിക്കും, അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടെ എനിക്ക് അഫോർഡബിൾ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ എനിക്ക് എന്താണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ഇത്, അതായത് ചിലപ്പോൾ എന്താണ് കാറായിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കും വേറെ ഊബർ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. കാരണം എന്താണ് ബസ്സിൽ ഇപ്പോൾ തള്ളി കയറി പോകുന്നതിനെക്കാട്ടി എനിക്ക് എന്താണ് കുറച്ചും കൂടെ ഈസി ആയ ഒരു മാർഗ്ഗം ആയിരിക്കും, കാരണം എൻ്റെ പൈസ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ഈ ഒരു ബസ്സിൻ്റെ ഡിമാൻഡ് അവിടെ കുറഞ്ഞു. ഓക്കെ, ബസ്സിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു, അതായത് ഇൻഫീരിയർ ഗുഡിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു. അപ്പോൾ എൻ്റെ സാലറി കൂടുമ്പോൾ ഓക്കെ, അതായത് കൺസ്യൂമറിൻ്റെ സാലറി ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇൻഫീരിയർ ഗുഡിൻ്റെ അതായത് ബസ്സിൻ്റെ ഡിമാൻഡ് അവിടെ കുറഞ്ഞു. ഓക്കെ, എൻ്റെ സാലറി കൂടിയപ്പോൾ ഞാൻ എന്താണ് ബസ് മാറിയിട്ട് ഒന്നുകിൽ സ്വന്തമായിട്ട് ഒരു പ്രൈവറ്റ് വണ്ടി എടുക്കും, അല്ലെങ്കിൽ എന്താണ് വേറെ എന്തെങ്കിലുമൊക്കെ മാർഗ്ഗം യൂസ് ചെയ്യും. ബസ്സിൽ പിന്നെ എന്താണ് തള്ളിപ്പിടിച്ച് പോകാനായിട്ട് ഞാൻ നോക്കത്തില്ല. സോ അതുകൊണ്ട് എന്താണ് ഇൻഫീരിയർ ഗുഡിൻ്റെ ഡിമാൻഡ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കുറഞ്ഞു. ഓക്കെ, സോ അപ്പോൾ ആൻസർ ഏതൊക്കെ ആയിരിക്കും വരുന്നത്? 1ഉം 4ഉം മാത്രമേ ഇവിടെ ഡിമാൻഡ് കൂട്ടുന്നുള്ളൂ, ബാക്കിയെല്ലാം എന്തായിരിക്കും? കുറയ്ക്കുന്നതാണ്. ഓക്കെ, സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1 and 4 ഓൺലി ആയിരിക്കും. സോ അതാണ് 4ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നോക്കിക്കൊള്ളണം, ഡിമാൻഡും പ്രൈസും വെച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. അതുപോലെ എന്താണ് ഡിമാൻഡ് കൂടുന്നത് എപ്പോഴേക്കായിരിക്കും, ഡിമാൻഡ് കുറയുന്നത് എപ്പോഴേക്കായിരിക്കും, പിന്നെ ഇതുപോലെ എന്താണ് ഇൻഫീരിയർ ഗുഡ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്, കോംപ്ലിമെൻറ്റ് ഗുഡ്, ഇതെല്ലാം എന്താണ് ജസ്റ്റ് നോക്കി വയ്ക്കുക. അത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ എഴുതാനായിട്ട് ആൻസർ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, സോ അതാണ് 4th ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ, വിത്ത് റെഫറൻസ് ടു അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇൻ ഇന്ത്യ. അപ്പോൾ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിനെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. Consider the following statement. They are supervised and regulated by local boards set up by the state governments. Second statement, they can issue equity shares and preference shares. Third statement, they were brought under the purview of the Banking Regulations Act 1949 through an amendment in 1966. Which of the statements given above is or are correct? ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 2 and 3 only, ഓപ്ഷൻ സി 1 and 3 only, ഓപ്ഷൻ ഡി 1, 2 and 3. അപ്പോൾ ഇത് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ദേ ആർ സൂപ്പർവൈസ്ഡ് ആൻഡ് റെഗുലേറ്റഡ് ബൈ ലോക്കൽ ബോർഡ്സ് സെറ്റപ്പ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. ഓക്കെ, കാരണം നമ്മളോട് പറഞ്ഞത് എന്തിനെ പറ്റിയാണ് പറയുന്നത്? അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിനെ പറ്റിയാണ് പറയുന്നത്. ബാങ്ക്സിനെ പറ്റി പറയുമ്പോൾ എന്താണ് നോർമലി അവിടെ RBIയുടെ ഒരു പങ്ക് വളരെ വലുതാണ്. കാരണം ഏതൊരു ബാങ്ക് എടുത്താലും എന്താണ് അതിൽ RBIയുടെ പങ്ക് എന്താണ് വളരെ വലുതാണ്. ഇവിടെ പറയുന്നത് എന്താണ് അത് സൂപ്പർവൈസ് ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും ആരാണ്? ലോക്കൽ ബോർഡ്സ് സെറ്റപ്പ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് സെറ്റപ്പ് ചെയ്യുന്ന ലോക്കൽ ബോർഡ്സ് ആണത് അത് സൂപ്പർവൈസ് ചെയ്യുന്നതായാലും റെഗുലേറ്റ് ചെയ്യുന്നതായാലും എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം നമുക്കറിയാം RBIക്ക് ബാങ്കിങ്ങിൻ്റെ കാര്യത്തിൽ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോഡിയാണ് RBI എന്ന് പറയുന്നത്. സോ RBIക്ക് ഇവിടെ ഒരു പങ്കുമില്ല, അല്ലെങ്കിൽ RBI സൂപ്പർവൈസ് ചെയ്യുന്നില്ല, റെഗുലേറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് എന്തായിരിക്കും? നോർമലി തെറ്റാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ അത് തെറ്റാണെന്ന് നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഏതൊക്കെ ആൻസർ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം? 3 പോയി ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ്. 2 and 3 ഓൺലി ആയിരിക്കും. ഓക്കെ, കാരണം ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. കാരണം എന്താണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയുന്നത്
അത് ഡ്യുവൽ റെഗുലേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഡ്യുവൽ റെഗുലേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ബൈ ഹോം, ആരൊക്കെ ആയിരിക്കും അപ്പോൾ ചെയ്യുന്നത്? നോർമലി നമ്മൾ പറഞ്ഞു ആദ്യം ആരായിരിക്കും ഉണ്ടാകുന്നത്? ഫസ്റ്റ് RBI ആണ്. RBIയും അതുപോലെ എന്താണ് കോപ്പറേറ്റീവ് അതോറിറ്റീസും ആണ്. RBIയും കോപ്പറേറ്റീവ് അതോറിറ്റീസും ആണ്. സോ ഇവിടെ പറയുന്നത് എന്താണ്? സ്റ്റേറ്റ് ഗവൺമെൻറ് സെറ്റപ്പ് ചെയ്യുന്ന റെഗുലേറ്റഡ് ബോഡീസ് അല്ലെങ്കിൽ ലോക്കൽ ബോഡീസ് എന്നാണ് പറയുന്നത്. പക്ഷേ അതല്ല, RBI അതുപോലെ തന്നെ കോർപ്പറേറ്റീവ് അതോറിറ്റീസും എന്തിനാണ് ചെയ്യുന്നത്? അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിനെ റെഗുലേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ സൂപ്പർവൈസ് ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ദേ ക്യാൻ ഇഷ്യൂ ഇക്വിറ്റി ഷെയർസ് ആൻഡ് പെർഫോമൻസ് ഷെയർസ്. ഓക്കെ, അവർക്ക് എന്താണ് ഇക്വിറ്റി ഷെയർസും അതുപോലെ എന്താണ് പെർഫോമൻസ് ഷെയർസും ഇത് ചെയ്യാം. കാരണം അത് നമ്മൾ പറഞ്ഞത് അതെന്താണ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണ്. ഓക്കെ, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്. അതുകൊണ്ട് എന്താണ് ഇക്വിറ്റി ഷെയറും അതുപോലെ എന്താണ് പ്രിഫറൻസ് ഷെയറും ഒക്കെ എന്താണ് അവർക്ക് കൊടുക്കാനായിട്ട് പറ്റും, ഇഷ്യൂ ചെയ്യാൻ പറ്റും. ദെൻ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ദേ വർ ബ്രോട്ട് അണ്ടർ ദ പ്രിവ്യൂ ഓഫ് ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ത്രൂ ആൻ അമെൻമെൻറ്റ് ഇൻ 1966. ഓക്കെ, അതും എന്താണ് ശരിയാണ്. ഓക്കെ, ദേ വർ ബ്രോട്ട് അണ്ടർ ദ പ്രിവ്യൂ ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. ഓക്കെ, ബാങ്കിങ് റെഗുലേഷൻ ആക്ടും അതുകൂടാതെ എന്താണ് ഏത് അമെൻമെൻറ്റിലൂടെ? ത്രൂ ആൻ അമെൻമെൻറ്റ് ഓഫ് 1966. ഓക്കെ, 1966 അമെൻമെൻറ്റിൽ കൂടെ എന്ത് അത് കൊണ്ടുവന്നത്. ഓക്കെ, സോ ഇത് കൂടാതെ എന്താണ് 2020 സെപ്റ്റംബറിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ എന്താണ് ചില ചേഞ്ചസുകൾ വന്നിട്ടുണ്ട്. അതെന്താണ് പാർലമെൻറ്റ് അപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നത്. 2020 സെപ്റ്റംബറിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അതായത് ഈ കോപ്പറേറ്റീവ് ബാങ്ക്സിന് എന്ത് കീഴിലാക്കി ആ ടൈമിൽ? ബ്രോട്ട് അണ്ടർ ഡയറക്റ്റ് സൂപ്പർവിഷൻ ഓഫ് വിച്ച് ബോഡി? RBI. ഓക്കെ, കോപ്പറേറ്റീവ് ബാങ്ക്സിന് RBIയുടെ ഡയറക്റ്റ് സൂപ്പർവിഷനിലേക്ക് കൊണ്ടുവന്നു 2020 സെപ്റ്റംബറിൽ. ഓക്കെ, അത് പാർലമെൻറ്റ് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആയിരിക്കും. 2 and 3 ഓൺലി ആയിരിക്കും. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം അത് റെഗുലേറ്റ് ചെയ്യുന്നത് സൂപ്പർവൈസ് ചെയ്യുന്നത് എന്താണ് സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു ബോഡിയല്ല, പകരം എന്തായിരിക്കും RBIയും അതുപോലെ എന്താണ് കോപ്പറേറ്റീവ് അതോറിറ്റീസും ആയിരിക്കും. അതാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. നെക്സ്റ്റ് 6, ഇന്ത്യൻ ഗവൺമെൻറ് ബോണ്ട്സ് ഈൽഡ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ്? ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ബോണ്ട് ഈൽഡ്സ് എന്തൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ്? താഴെ പറയുന്നത് ഏതൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ, ആക്ഷൻസ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫെഡറൽ റിസർവ്. സെക്കൻഡ് വൺ, ആക്ഷൻസ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. തേർഡ് വൺ, ഇൻഫ്ലേഷൻ ആൻഡ് ഷോർട്ട് ടൈം ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്? എന്തിനാ ഇന്ത്യൻ ഗവൺമെൻറ് ബോൾഡ് ഈൽഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ആൻസർ എന്താണ്? ഇത് മൂന്നും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫെഡറൽ റിസർവ്, അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആക്ഷൻസ്, അതുപോലെ എന്താണ് ഇൻഫ്ലേഷൻ ആൻഡ് ഷോർട്ട് ടൈം ഇൻട്രസ്റ്റ്. ഇതെന്താണ് മൂന്നും ഇന്ത്യൻ ഗവൺമെൻറ് ബോണ്ട് ഈൽഡ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ആക്ഷൻസ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫെഡറൽ റിസർവ് എന്ന് പറയുന്നത്. US ഫെഡറൽ റിസർവ് എങ്ങനെയായിരിക്കും? കാരണം അതിലെന്താണ് ഒരു US ഫെഡറൽ റിസർവിൽ എന്തായിരിക്കും അവരുടെ മൊണറ്ററി പോളിസിയിൽ എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ട്. ലൈക്ക് എന്താണ് ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഹൈക്ക് ആവുന്നുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ഉണ്ടാവും. സോ അങ്ങനെ ഉണ്ടായാൽ അത് എന്തിന് കാരണമാവുന്നുണ്ട്? അത് നമ്മുടെ ഗ്ലോബൽ ക്യാപിറ്റൽ ഫ്ലോയെ തന്നെ എന്താണ് മാറ്റിമറിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ് അഫക്ട് ദ ഗ്ലോബൽ ക്യാപിറ്റൽ ഫ്ലോ. അതായത് US ഫെഡറൽ റിസർവിൽ എന്താണ് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടായാൽ അതിൻ്റെ പ്രൈസിന് ഹൈക്കുന്ന സ്വാഭാവികമായിട്ടും എന്താണ് നമ്മുടെ ഗ്ലോബൽ ക്യാപിറ്റൽ ഫ്ലോയെ തന്നെ എന്താണ് അതിനെ അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. സോ അതെന്താണ് ഇപ്പോൾ US ഫെഡറലായിട്ട് ഇൻക്രീസ് ആയി. അപ്പോൾ എന്തായിരിക്കും ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ എന്താണ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ, ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിൽ എന്നാൽ ഉയർന്നു വരുന്ന കൺട്രീസിൽ നിന്ന് അവരെന്താണ് അവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റി എവിടോട്ട് മാറ്റും? ഈ US-ലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് ചാൻസ് ആവും. ഓക്കെ, സോ investors pull fund out of ഇന്ത്യ. ഓക്കെ, ഇന്ത്യ മാത്രമല്ല ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിൽ നിന്ന്. ഓക്കെ, സോ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിൽ നിന്ന് ഫണ്ട് എന്താണ് ഔട്ട് ചെയ്യാനായിട്ട് ചാൻസ് ആവും. അപ്പോൾ അതെന്താണ് ഇതിനൊരു കാരണമാണ്. ഓക്കെ, സോ അത് ഇന്ത്യൻ ഗവൺമെൻറ് ബോണ്ട്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ ആക്ഷൻസ് ഓഫ് US ഫെഡറൽ റിസർവ്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? ആക്ഷൻസ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നമുക്കറിയാം എന്താണ് പ്രധാനമായിട്ടും നമ്മുടെ മൊണറ്ററി പോളിസി ടൂൾസ്. ഓക്കെ, ഇപ്പോൾ റെപ്പോ ഉണ്ട്, അതുപോലെ റിവേഴ്സ് റെപ്പോ, അങ്ങനെ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിലെന്താണ് ചേഞ്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? അതും നമ്മുടെ ഗവൺമെൻറ് ബോണ്ട് ഈൽഡ്സിനെ എന്തായിരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, സോ അത് കാരണമാവുന്നുണ്ട്. ഇനി പറയുന്നത് ഇൻഫ്ലേഷൻ ആൻഡ് ഷോർട്ട് ടൈം ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, ഇൻഫ്ലേഷനും അതുപോലെ എന്താണ് ഷോർട്ട് ടൈം ഇൻട്രസ്റ്റ് റേറ്റും പറയുന്നുണ്ട്. ഇപ്പോൾ നോർമലി ഇൻഫ്ലേഷൻ പറയുമ്പോൾ നമ്മളിപ്പോൾ ഹൈ ഇൻഫ്ലേഷൻ്റെ ഒരു പീരീഡ് എടുത്തു.
ഹൈ ഇൻഫ്ലേഷൻ ആകുമ്പോൾ എന്തായിരിക്കും അവിടെ റിയൽ റിട്ടേൺ റേറ്റ് നമ്മളിപ്പോൾ എന്താ ഹൈ ഇൻഫ്ലേഷൻ സമയത്ത് ആരെങ്കിലും പൈസ മേടിക്കുകയോ അല്ലെങ്കിൽ കൊടുക്കുകയോ ചെയ്യുന്നത് എന്തായിരിക്കും നമുക്ക് പിന്നീട് കിട്ടുമ്പോൾ നമുക്ക് ഇൻഫ്ലേഷനോട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കിട്ടാം, അല്ലെങ്കിൽ നമുക്ക് അത് നഷ്ടമായിരിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഒരാൾക്ക് പൈസ കൊടുക്കുന്നു, ഇപ്പോൾ 2020 ഞാൻ എന്താണ് ഒരാൾക്ക് 100 രൂപ കൊടുത്തു. സോ 2020 100 രൂപയ്ക്ക് എന്താണ് ഒരു ബിരിയാണി മേടിക്കാം. ബട്ട് ആ എമൗണ്ട് 2 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് തിരിച്ചു തന്നത്. 2022 2022 എന്താണ് ഈ 100 രൂപ തന്നെ എനിക്ക് തിരിച്ചു തന്നാൽ എനിക്ക് നഷ്ടമാണ്. കാരണം 2022 ഒരു ബിരിയാണിയുടെ റേറ്റ് എത്രയായിരിക്കും? 100-ൽ നിന്ന് 200-ലോട്ട് പോയി. സോ എനിക്കപ്പോൾ എന്താണ് അവിടെ നഷ്ടമാണ്. എനിക്ക് അന്ന് കൊടുത്ത പൈസയ്ക്ക് എന്താണ് ഇന്നൊരു ബിരിയാണി മേടിച്ച് കഴിക്കാൻ പറ്റുന്നില്ല. സോ ആ ഒരു ടൈമിൽ എന്ത് ചെയ്യും, നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റും കൂടെ, അതായത് ഇൻഫ്ലേഷനും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും എന്ത് ആ ഒരു ടൈമിൽ കൊടുക്കുന്നത്. സോ അതാണ് ഇവിടെയും പറയുന്നത്. ഇപ്പോൾ ഇൻഫ്ലേഷനും ഷോർട്ട് ടൈം ഇൻട്രസ്റ്റ് റേറ്റും ഒക്കെ എന്തായിരിക്കും നോർമലി നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ബോണ്ട് ഈൽഡ്സിനെ, കാരണം ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്, അത് നമ്മളിതുപോലെ തന്നെ കടമായിട്ട് മേടിക്കുന്നതും കൊടുക്കുന്നതും ഒക്കെയാണ്. അപ്പോൾ അതിനെന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് എന്താണ് മൂന്നാമത്തെ ഓപ്ഷൻ വരും, ഇൻഫ്ലേഷൻ ആൻഡ് ഷോർട്ട് ടൈം ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. 1, 2 and 3 ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, അതാണ് 6th ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 7. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഫോറിൻ കറൻസി കൺവെർട്ടബിൾ ബോണ്ട്സ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് വിത്ത് സർട്ടൻ കണ്ടീഷൻസ്, ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്, നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ ഡെപ്പോസിറ്റ്സ്. വിച്ച് ഓഫ് ദ എബോവ് ക്യാൻ ബി ഇൻക്ലൂഡഡ് ഇൻ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്? ഓക്കെ, അതായത് FDIയിൽ ഇതിൽ ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് പറയുന്നത് എന്താണ്, ഫോറിൻ കറൻസി കൺവെർട്ടബിൾ ബോണ്ട്സ്. ഓക്കെ, ഫോറിൻ കറൻസി കൺവെർട്ടബിൾ ബോണ്ട്സ് ഇതെന്ന് വെച്ചാൽ എന്താണ്, ഇത് ഫോറിൻ കറൻസിയിൽ ഒരു ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. സോ ഇറ്റ്സ് എ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്. എവിടെയാണ് ഇഷ്യൂ ചെയ്യുന്നത്? ഇഷ്യൂഡ് ഇൻ എ ഫോറിൻ കറൻസി. ഓക്കെ, ഒരു ഫോറിൻ കറൻസി ഇഷ്യൂ ചെയ്യുന്നു. ആൻഡ് ആൾസോ ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ടു ഇക്വിറ്റി ഷെയർസ് ഓഫ് ഇഷ്യൂയിങ് കമ്പനി. ഓക്കെ, സോ എന്താണ് ഫോറിൻ കറൻസി കൺവെർട്ടബിൾ ബോണ്ട്സ് എന്ന് വെച്ചാൽ വേറെ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് ഇഷ്യൂഡ് ഇൻ എ ഫോറിൻ കറൻസി ദറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ടു ഇക്വിറ്റി ഷെയർ ഓഫ് ഇഷ്യൂയിങ് കമ്പനി. സോ അങ്ങനെ ഇഷ്യൂയിങ് കമ്പനിൻ്റെ ഇക്വിറ്റി ഷെയർ ആക്കുന്നതുകൊണ്ട് എന്താണ് അത് നമുക്ക് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. കാരണം ഇക്വിറ്റി ഷെയറിലേക്ക് എന്താണ് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണ്. സോ അതുകൊണ്ട് എന്താണ് നമുക്ക് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ഒന്നാമത്തെ ഉണ്ട്. നെക്സ്റ്റ് നോക്കി, സെക്കൻഡ് വൺ, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് വിത്ത് സർട്ടൻ കണ്ടീഷൻസ്. ഓക്കെ, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് വിത്ത് സർട്ടൻ കണ്ടീഷൻസ് എന്നും കൂടെ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കാം. ഓക്കെ, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ അത് നമ്മുടെ ബോണ്ട്സ്, അതുപോലെ എന്താണ് ലൈക്ക് സെക്യൂരിറ്റി ഷെയർസ്, ലൈക്ക് ബോണ്ട്സ്, അല്ലെങ്കിൽ എന്താണ് മ്യൂച്വൽ ഫണ്ട്സ്. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് FII എന്ന് പറയുന്നത്. ഓക്കെ, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ് മ്യൂച്വൽ ഫണ്ട്സ്, അതുപോലെ ബോണ്ട്സ്, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് നോർമലി നമുക്ക് എന്തിനാണ് പറയുന്നത്, ഇതെല്ലാം എന്താണ് ഷോർട്ട് ടൈം ഗെയിനിന് വേണ്ടിയാണ്. ഷോർട്ട് ടൈം ഗെയിനാണ് ഇതിൽ നിന്നൊക്കെ കിട്ടുന്നത്. ഓക്കെ, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നൊക്കെ എന്താണ് ഷോർട്ട് ടൈം ഗെയിനാണ് കിട്ടുന്നത്. അപ്പോൾ ഷോർട്ട് ടൈം ഗെയിൻ കിട്ടുന്നതുകൊണ്ട് എന്താണ് നമുക്കിതിനെ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്കിതിനെ എടുക്കാൻ പറ്റുമോ, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, അതായത് FPI നമുക്ക് FDIയിലോട്ട് മാറ്റാൻ പറ്റില്ല. FPIയിൽ മാത്രമേ എന്ത് നമുക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റാൻ പറ്റൂ. പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, വിത്ത് സർട്ടൻ കണ്ടീഷൻസും കൂടെ പറയുന്നുണ്ട്. ഓക്കെ, ചില കണ്ടീഷനിൽ കൂടെ പറയുന്നുണ്ട്. അതായത് എന്താണ്, ഇപ്പോൾ നമ്മുടെ FII അല്ലെങ്കിൽ എന്താണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഏകദേശം 10% അതിൻ്റെ മുകളിലാണെങ്കിൽ, ഓക്കെ, ഇക്വിറ്റിയുടെ 10% അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ മുകളിലും ആണെങ്കിൽ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ അത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. നമ്മുടെ FIIയുടെ അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇക്വിറ്റി എന്ന് പറയുന്നത് എന്താണ് 10% അതിന് മുകളിലാണെങ്കിൽ നമുക്ക് അതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യാം, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം.
സോ അതാണ് ഇവിടെ സർട്ടൻ കണ്ടീഷൻസ് എന്ന് എടുത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സർട്ടൻ കണ്ടീഷൻസ് ഇല്ലായിരുന്നെങ്കിൽ എന്താണ് നമുക്കതിന് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താണ് ഷോർട്ട് ടൈം ഗെയിൻ ആണ് അതിന് കിട്ടുന്നത്. സോ ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ദ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്. ബട്ട് ഈ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെ എന്താണ് അത് 10% കൂടുതൽ എക്സീഡ് ചെയ്യുന്നെങ്കിൽ നമ്മുടെ ആ ഒരു ഇക്വിറ്റിയുടെ 10% അതിൽ മുകളിലാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കതിന് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അഗൈൻ നമുക്കിവിടെ ആൻസർ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. 1, 2, 3 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്. അപ്പോൾ അത് എന്തായിരിക്കും, ഈ FDI ആയിരിക്കും, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻക്ലൂഡ് ആണ്. ഓക്കെ, സാറിന് ഇതെന്താണ് ഒരു കമ്പനിയുടെ ഷെയറാണ്, ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ള കമ്പനിയുടെ ഷെയറാണ് ഇതിൽ വരുന്നത് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റിൽ വരുന്നത്. സോ അതുകൊണ്ട് എന്താണ് അത് നമുക്ക് എന്താണ് കൺവെർട്ടബിൾ ആക്കി എന്തായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും, FDI ആയിട്ട് മാറ്റാനായിട്ട് സാധിക്കും. ഇനി ലാസ്റ്റ് വരുന്നതാണ് നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ ഡെപ്പോസിറ്റ്. നോൺ റെസിഡൻറ്റ് NRI ഡെപ്പോസിറ്റിനെ പറയുന്നത്. ഓക്കെ, NRI ഡെപ്പോസിറ്റ്. സോ ഇതെന്താണ് നോർമലി നമ്മൾ FDI ആയിട്ടല്ല കണക്കാക്കുന്നത്. ഇത് ബാങ്ക് ലയബിലിറ്റീസോ അല്ല ബാങ്ക് ലയബിലിറ്റീസാണ് മെയിനായിട്ട് വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ പേഴ്സണൽ റെമിറ്റൻസ് അല്ലെങ്കിൽ ബാങ്ക് ലയബിലിറ്റി ആയിട്ടാണ് ഇത് നമ്മളിതിനെ കൺസിഡർ ചെയ്യുന്നത് NRI ഡെപ്പോസിറ്റ്. അതിനെന്താണ് FDI ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഒന്നെങ്കിൽ ബാങ്ക് ലയബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് അതിനെ പേഴ്സണൽ റെമിറ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യും. സോ അതുകൊണ്ട് എന്താണ് ഫോർത്ത് വരത്തില്ല. സോ ആൻസർ വരുന്ന ഓപ്ഷൻ A ആയിരിക്കും. 1, 2 and 3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് 7ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് 8. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ എക്കണോമി റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു 2021 എന്താണ് എക്കണോമിയുടെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ്, consider the following statement. The effect of devaluation of currency is that it necessarily, first one, improve the competitiveness of the domestic exports in the foreign markets. Second one, increase the foreign value of the domestic currency. Third one, improves trade balance. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുകയാണെങ്കിലും ദ എഫക്റ്റ് ഓഫ് ഡീവാലുവേഷൻ ഓഫ് കറൻസി, നമ്മുടെ കറൻസി ഡീവാലുവേഷൻ ചെയ്യുന്നത്, കറൻസിയുടെ വാല്യൂ എന്താണ് കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, റിലേറ്റീവ് വാല്യൂ ഓഫ് കറൻസി ഡിക്രീസ് ആവുന്നുണ്ട്, അതിനാണ് ഡീവാലുവേഷൻ എന്ന് പറയുന്നത്. ഡിക്രീസിങ് റിലേറ്റീവ് വാല്യൂ ഓഫ് കറൻസി. സോ അതിനാണ് എന്തെന്ന് പറയുന്നത് ഡിവാലുവേഷൻ എന്ന് പറയുന്നത്. സോ ഡിവാലുവേഷൻ ഓഫ് കറൻസി പറയുമ്പോൾ എന്താണ് ഡിക്രീസിങ് റിലേറ്റീവ് വാല്യൂ ഓഫ് കറൻസി, കറൻസിയുടെ വാല്യൂ കുറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഏതെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റും നോക്കി. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ഇൻക്രീസ് ദ ഫോറിൻ വാല്യൂ ഓഫ് ഡൊമസ്റ്റിക് കറൻസി. നമ്മൾ ഓൾറെഡി പറഞ്ഞത് എന്താണ് ഡിക്രീസിങ് റിലേറ്റീവ് വാല്യൂ എന്നാണ് പറയുന്നത്. പിന്നെ അത് ഇൻക്രീസിങ് ഫോറിൻ വാല്യൂ എന്ന് പറയാൻ പറ്റത്തില്ല. ഡൊമസ്റ്റിക് കറൻസിയുടെ വാല്യൂ എന്താണ് കുറയുകയാണ് ചെയ്യുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ആദ്യമേ എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ Cയും Dയും അല്ല Bയും Dയും എലിമിനേറ്റ് ചെയ്യാം. പിന്നെ 1 only ഉണ്ട്, 3 only ഉണ്ട്. 3 നോക്കി, ഇംപ്രൂവ് ദ ട്രേഡ് ബാലൻസ്. ഓക്കെ, ട്രേഡ് ബാലൻസ് ഇംപ്രൂവ് ആവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ പറഞ്ഞു കറൻസിയുടെ വാല്യൂ എന്താണ് കുറയുകയാണ് ചെയ്യുന്നത്. കറൻസിയുടെ വാല്യൂ കുറഞ്ഞ എന്താണ് ട്രേഡ് വാല്യൂ എന്താണ് ട്രേഡ് ബാലൻസ് എന്താണ് ഇംപ്രൂവ് ചെയ്യുകയായിരിക്കത്തില്ല. കാരണം അതിനെന്താണ് ഡിസ്കറേജ് ഉണ്ടാവുകയായിരിക്കും ചെയ്യുന്നത്. സോ നമുക്ക് അതും എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആൻസർ വരുന്നത് ഏതായിരിക്കും, ഓപ്ഷൻ A ആയിരിക്കും. 1 only മാത്രമായിരിക്കും. കാരണം ഇംപ്രൂവ് ദ കോമ്പറ്റീറ്റീവ്നെസ് ഓഫ് ദ ഡൊമസ്റ്റിക് എക്സ്പോർട്ട് ഇൻ ദ ഫോറിൻ മാർക്കറ്റ്. ഓക്കെ, ഡൊമസ്റ്റിക് എക്സ്പോർട്ട് ഫോറിൻ മാർക്കറ്റിൽ എന്താണ് കോമ്പറ്റീറ്റീവ്നെസ് ഉണ്ടാക്കും. അതാണ് എന്ത് ശരിയായിട്ടുള്ള ആൻസർ പറയുന്നത്. കാരണം എന്തായിരിക്കും, നോർമലി നമുക്കറിയാം ഡൊമസ്റ്റിക് കറൻസി എന്താണ് ചീപ്പാകുമ്പോൾ ഫോറിനേഴ്സ് എന്താണ് ഒരുപാട് ബൈ ചെയ്യുന്നത്. കറൻസി ചീപ്പാകുമ്പോൾ എന്തായി ഫോറിൻ ബയേഴ്സ് അത് പർച്ചേസ് ചെയ്യും. ഓക്കെ, ലോക്കൽ കറൻസി എന്താണ് അവർക്ക് ഒരുപാട് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. സോ ഇതെന്തായും ഒരു എക്സ്പോർട്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എന്താണ് എക്സ്പോർട്ടിൽ കോമ്പറ്റീറ്റീവ്നെസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ക്രിയേറ്റ് കോമ്പറ്റീറ്റീവ്നെസ് ഓഫ് ദ ഡൊമസ്റ്റിക് എക്സ്പോർട്ട് ഇൻ ദ ഫോറിൻ മാർക്കറ്റ്സ്. സോ അതിൻ്റെ ഫലമായിട്ടാണ് ഇത് സംഭവിക്കും. സോ അതുകൊണ്ട് എന്താണ് അത് മാത്രമാണ് എന്താ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ A 1 only മാത്രമായിരിക്കും 8ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ബാക്കി രണ്ടും വരാത്തതിന് കാരണം നമ്മൾ പറഞ്ഞു, കാരണം ഇൻക്രീസ് ഇൻ ദ ഫോറിൻ വാല്യൂ അല്ല, അവിടെ നിന്ന് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് പറയുന്നത് ഇംപ്രൂവ് ദ ട്രേഡ് ബാലൻസ് അല്ല. ഓക്കെ, ഇംപ്രൂവ് ട്രേഡ് ബാലൻസ് ചെയ്യാം, പക്ഷേ എന്താണ് എപ്പോഴും അത് ഉണ്ടാവണമെന്നില്ല. ഓക്കെ, മേ ബി അത് ഉണ്ടാവാം, ട്രേഡ് ബാലൻസ് ഇംപ്രൂവ് ആവാം, പക്ഷേ എന്താണ് എപ്പോഴും ആ ട്രേഡ് ബാലൻസ് ഇംപ്രൂവ് ആവണമെന്നില്ല. ഓക്കെ, സോ ഇപ്പം എന്തായിരിക്കും എപ്പോഴും സക്സസ് കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനൊക്കെ ആയിരിക്കും, പ്രൈസ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്.
ഓക്കെ. സോ എപ്പോഴും എന്താണ് ഈ പ്രൈസ് എലാസ്റ്റിസിറ്റി, അതുപോലെ തന്നെ ഡിമാൻഡ് ഫോർ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്, ഇതിനെയൊക്കെയാണ് എന്ത് നമ്മൾ ട്രേഡ് ബാലൻസ് അത് എപ്പോഴും എന്തായിരിക്കും, അല്ലെങ്കിൽ ഒരു ട്രേഡ് സക്സസ് ആവുന്നത് എന്നുള്ള കാര്യം എന്തായിരിക്കും ഇതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. സോ അത് നമുക്ക് എന്താണ് ഡയറക്റ്റ് ആയിട്ട് ഈ ഡിവാലുവേഷൻ ഓഫ് കറൻസി ആയിട്ട് റിലേറ്റ് ആക്കാനായിട്ട് പറ്റത്തില്ല. മേ ബി അത് ഇൻക്രീസ് ആവും, മേ ബി ഡിക്രീസ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ ടൈമിൽ എന്തായിരിക്കും ചിലപ്പോൾ ഡിക്രീസ് ആവാനാണ് ചാൻസ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ബാക്കി 2 ഓപ്ഷൻ ക്യാൻസൽ ചെയ്തു ഓപ്ഷൻ എ മാത്രം എടുത്തത്. നെക്സ്റ്റ് 9. Which one of the following affects creation of black money in India has been the main cause of worry to the government of India? അപ്പോൾ ബ്ലാക്ക് മണിയുടെ മെയിൻ കോസ് ഓഫ് worry, അല്ലെങ്കിൽ ബ്ലാക്ക് മണി കൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ worry ചെയ്യുന്നത് എന്താണ്, മെയിനായിട്ട് worry ചെയ്യുന്നത് എന്താണ്? Diversion of resources to the purchase of real estate and investment in luxury housing. Next one, investment in unproductive activities and purchase of precious stones, jewelry, gold, etc. Third one, large donations to political parties and the growth of regionalism. Next, D, loss of revenue to the state exchequer due to tax evasion. അപ്പോൾ ഗവൺമെൻറ് ഇതിൽ ഭയക്കാനായിട്ട് പ്രധാനമായിട്ട് ഒരു ഇത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഏതായിരിക്കും? സ്വാഭാവികമായിട്ടും ലോസ് ഓഫ് റവന്യൂ ടു ദ സ്റ്റേറ്റ് എക്സ്ചെക്കർ ഡ്യൂ ടു ടാക്സ് എവേഷൻ. ഓക്കെ, കാരണം എന്താണ്, ഈ ബ്ലാക്ക് മണി കാരണം എന്താണ് ടാക്സ് എവേഷൻ ഉണ്ടാവും. അത് ഗവൺമെൻറ് എങ്ങനെയാണ് അവരുടെ റവന്യൂ ലോസ് ആകുന്നു. ഓക്കെ, സോ അതാണ് പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ലോസ് ഓഫ് റവന്യൂ ടു ദ സ്റ്റേറ്റ് എക്സ്ചെക്കറാണ് വരുന്നത്. ഓക്കെ, ആണ് സ്വാഭാവികമായിട്ടും എന്താണ് ബ്ലാക്ക് മണി വരുമ്പോൾ ഗവൺമെൻറ് ഇൻകം എന്താണ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ് ഇൻകം റെഡ്യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെന്താണ് ടാക്സ് കൂട്ടും. ഓക്കെ, ഇപ്പോൾ ഇൻകം റെഡ്യൂസ് ചെയ്യുകയാണ് ഗവൺമെൻറ് ബ്ലാക്ക് മണി വരുമ്പോൾ. ഇൻകം റെഡ്യൂസ് ചെയ്താൽ അതിന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്ത് സംഭവിക്കും? ടാക്സ് ഇൻക്രീസ് ആക്കും. ടാക്സ് ഇൻക്രീസ് ചെയ്തത് ആർക്കാണ് വലിക്കുന്നത്? സാധാരണ നന്നായിട്ട് ടാക്സ് അടച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് കറക്റ്റായിട്ട് കൃത്യമായിട്ട് ടാക്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണ് ഈ ഒരു ബേർഡനും കൂടെ വരും. അപ്പോൾ ഈ ഒരു പ്രശ്നം ആർക്ക് വരും? ഓണസ്റ്റ് ടാക്സ് പേയേഴ്സിന് വരും. അപ്പോൾ ഓണസ്റ്റ് ടാക്സ് പേയേഴ്സിന് വരും. അങ്ങനെ ഓണസ്റ്റ് ടാക്സ് പേയേഴ്സിന് അത് വന്നാൽ എന്താണ് ആ ടോട്ടൽ എക്കണോമിക് സ്റ്റെബിലിറ്റി ബാധിക്കും. ടോട്ടൽ എക്കണോമിക് സ്റ്റെബിലിറ്റി എന്താണ് വീക്കാവും. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് ലോസ് ഓഫ് റവന്യൂ ടു ദ സ്റ്റേറ്റ് എക്സ്ചെക്കർ ഡ്യൂ ടു ടാക്സ് എവേഷൻ. അതാണ് എന്ത് പ്രധാനമായിട്ടും ബ്ലാക്ക് മണി കാരണം ഗവൺമെൻറ് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യൻ. Which one of the following is likely to be the most inflationary in its effect? ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷണറി അതിൻ്റെ എഫക്റ്റിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റീപേയ്മെൻറ്റ് ഓഫ് ദ പബ്ലിക് ഡെപ്റ്റ്, borrowing from the public to finance a budget deficit, borrowing from banks to finance a budget deficit, creation of new money to finance a budget deficit. അപ്പോൾ ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ എന്തുണ്ടാകുന്നത്? ഇൻഫ്ലേഷണറി മെത്തേഡ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? നമുക്കറിയാവുന്നതാണ് ക്രിയേഷൻ ഓഫ് ന്യൂ മണി ടു ഫിനാൻസ് ബഡ്ജറ്റ് ഡെഫിസിറ്റ്. എപ്പോഴും എന്തായിരിക്കും പുതിയ പൈസ അടിച്ചിറങ്ങിക്കൊണ്ട് നമ്മൾ ഫിനാൻസ് ഡെഫിസിറ്റ് വന്ന് പുതിയ പൈസ വീണ്ടും എന്താണ് അടിച്ചിറങ്ങിക്കൊണ്ട് വന്നാൽ അത് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലേഷന് കാരണമാകുന്നുണ്ട്. എങ്ങനെയാണ്? നമ്മൾ നോർമലി എന്താണ് പുതിയ മണി ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് അത് എക്കണോമിയിലെ ടോട്ടൽ സപ്ലൈ എന്താണ് ഇൻക്രീസ് ചെയ്യും. ടോട്ടൽ സപ്ലൈ എന്ത് ചെയ്യുന്നുണ്ട്? നോർമലി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇപ്പോൾ സപ്ലൈ കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് സംഭവിക്കുന്നത്? പൈസയുടെ സപ്ലൈ കൂടുന്നുണ്ട്, പക്ഷേ അതേസമയം എന്താണ് മാർക്കറ്റിൽ സാധനങ്ങൾ എന്താണ് ഇല്ല. ഓക്കെ, ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ട്, പക്ഷേ എന്താണ് സാധനങ്ങൾ അതുപോലെ എന്താണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഡിമാൻഡ് കൂടും. ഓക്കെ, ഈ ഒരു ടൈമിൽ ഡിമാൻഡ് കൂടുമ്പോൾ എന്താണ് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്? പ്രൈസ് വീണ്ടും കൂടും. അപ്പോൾ എന്താണ് ഇൻഫ്ലേഷൻ അവിടെ കൂടുകയാണ് ചെയ്തത്. ഓക്കെ, കാരണം എക്കണോമിയിൽ സപ്ലൈ കൂടുമ്പോൾ ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ട്. പൈസ ഉണ്ടാകുമ്പോൾ എന്താണ് അതിനനുസരിച്ച് ഗുഡ്സ് ആയാലും സർവീസ് ആയാലും ഗുഡ്സോ സർവീസ് അപ്പോൾ എന്താണ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് എന്താണ് അത് ഇൻക്രീസ് ആവണം. ഓക്കെ, ഇൻക്രീസ് ആവേണ്ട കാര്യമാണ്. ഇൻ കേസ് ഇങ്ങനെ ഇൻക്രീസ് ആയാലും എന്ത് സംഭവിക്കുന്നുണ്ട്? ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ ഇത് ഇൻക്രീസ് ആയാലും ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ട്, അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? വീണ്ടും ഇൻഫ്ലേഷൻ ഉണ്ടാകും, പ്രൈസ് കൂടും. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് ക്രിയേഷൻ ഓഫ് ന്യൂ മണി ടു എ ഫിനാൻഷ്യൽ ബഡ്ജറ്റ് ആണ് എന്ത് ഏറ്റവും മോസ്റ്റ് ഇൻഫ്ലേഷണറി ഇൻ ഇറ്റ്സ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ എന്നതാണ് ഓപ്ഷൻ ഡി ആണ് പറയുന്നത്. ഓക്കെ, ബാക്കിയൊന്നും എന്താണ് അത്രയും പ്രശ്നം വരുന്നില്ല. ഇപ്പോൾ എന്താണ് റീപേയ്മെൻറ്റ് ഓഫ് പബ്ലിക് ഡെപ്റ്റ് ആയാലും ബോറോയിങ് ഫ്രം ദ പബ്ലിക് ഫിനാൻസ് ബഡ്ജറ്റ് ഡെഫിസിറ്റ് ആയാലും അല്ലെങ്കിൽ ബോറോയിങ് ഫ്രം ബാങ്ക്സ് ടു ഫിനാൻസ് ബഡ്ജറ്റ് ഡെഫിസിറ്റ് ആയാലും ഇതെന്താണ് അത്രയും ഇൻഫ്ലേഷൻ്റെ കോസ് വരുന്നില്ല. ഓക്കെ, പകരം ചിലർക്ക് എന്തായിരിക്കും ഡീഫ്ലേഷൻ ആയിരിക്കും കാരണം. ഇപ്പോൾ നമ്മൾ റീപേയ്മെൻറ്റ് ഓഫ് പബ്ലിക് ഡെപ്റ്റ് ഒക്കെ എന്താണെങ്കിൽ അതൊക്കെ എന്താണ് ഡീഫ്ലേഷന് കാരണമാവുകയാണ് ചെയ്യുന്നത്. കാരണം പബ്ലിക് ഡെപ്റ്റ് എന്താണ് തിരിച്ചടയ്ക്കുന്നതാണ് അതെന്താണ് മേ ബി എപ്പോഴും ഡീഫ്ലേഷൻ ആവണമെന്നില്ല, പക്ഷേ എന്താണ് ഡീഫ്ലേഷന് വരെ കാരണമാകാവുന്നതാണ്. ഓക്കെ, സോ അതുകൊണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ക്രിയേഷൻ ഓഫ് ന്യൂ മണി ടു ഫിനാൻസ് എ ബഡ്ജറ്റ് ഡെഫിസിറ്റ്. അതായിരിക്കും എന്ത് ആൻസർ വരുന്നത്.
10th question. Next 11. The money multiplier in an economy increases with which of the following? Okay, ഒരു എക്കണോമിയിൽ മണി മൾട്ടിപ്ലയർ ഇൻക്രീസ് ആവുകയാണ്. അപ്പോൾ ഇൻക്രീസസ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ്, ഏതിൻ്റെ ഇതിലാണ് എന്ത് ഇൻക്രീസ് ആവുന്നത് ഞാൻ ചോദിച്ചേക്കുന്നത്. ഇൻക്രീസ് ഇൻ ക്യാഷ് റിസർവ് റേഷ്യോ ഇൻ ബാങ്ക്സ്, ഇൻക്രീസ് ഇൻ SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ഇൻ ബാങ്ക്സ്, ഇൻക്രീസ് ഇൻ ദ ബാങ്കിങ് ഹാബിറ്റ് ഓഫ് ദ പീപ്പിൾ, ഇൻക്രീസ് ഇൻ ദ പോപ്പുലേഷൻ ഓഫ് ദ കൺട്രി. ഏതായിരിക്കും? നമ്മൾ ഓൾറെഡി ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നത്തെ ഒരു സെക്ഷനിലും. ആൻസർ വരുന്ന ഓപ്ഷൻ സി ആയിരിക്കും. എപ്പോഴും എന്തായിരിക്കും, ആളുകളുടെ ബാങ്കിങ് ഹാബിറ്റ് ഇൻക്രീസ് ആയാൽ മാത്രമേ എന്ത് എക്കണോമിയിൽ മണി മൾട്ടിപ്ലയർ പോസിബിൾ ആകത്തുള്ളൂ. ഓക്കെ, സോ റേഷ്യോ ഓഫ് ദ മണി സപ്ലൈ ടു ദ എക്കണോമി, അതിനാണ് മണി മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. അത് കൂടിയാൽ മാത്രമേ നമുക്ക് മണി മൾട്ടിപ്ലയർ ആയെന്ന് പറയാൻ പറ്റൂ. അപ്പം ബാക്കി ഓപ്ഷൻസ് വരാത്തതിന് കാരണം എന്തായിരിക്കും? നമുക്ക് ഫസ്റ്റ് എടുക്കാം CRR, അതുപോലെ തന്നെ എന്താണ് ഇൻക്രീസ് ഇൻ CRR ആൻഡ് SLR. ഓക്കെ, CRR SLR ആയാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അത് ബാങ്ക്സിന് ഒരുപാട് മണി, ഓക്കെ, ബാങ്ക്സിന് എന്താണ് കൂടുതൽ മണി റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് കാരണമാകും. സോ ഇറ്റ് ഫോഴ്സ് ബാങ്ക് ടു കീപ് മോർ മണി ഇൻ റിസർവ്. സോ അതുകൊണ്ട് എന്താണ് ബാങ്കിന് ലെൻഡ് ചെയ്യാനുള്ള എമൗണ്ട്, അല്ലെങ്കിൽ ലെൻഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു എമൗണ്ട് ഇത് കുറയും. സോ റെഡ്യൂസ് ലെൻഡിങ് ഓഫ് ബാങ്ക്. സോ പൈസ പുറത്തോട്ട് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും മണി മൾട്ടിപ്ലയർ ഡിക്രീസ് ആവും. ഓക്കെ, സോ അതാണ് CRRും SLRും ഡിക്രീസ് ചെയ്താലുള്ള CRR SLR ഇൻക്രീസ് ചെയ്യാനുള്ള പ്രശ്നം. സോ നമ്മൾ ഇൻക്രീസ് ഇൻ ദ ക്യാഷ് റിസർവ് റേഷ്യോ, അതുപോലെ ഇൻക്രീസ് ഇൻ ദ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഇത് രണ്ടുമെന്ന് വെച്ചാൽ ബാങ്ക് അവരുടെ റിസർവിൽ കീപ്പ് ചെയ്യേണ്ട എമൗണ്ടിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അത് ഇൻക്രീസ് ചെയ്യുന്നത്, ബാങ്ക് അവരുടെ റിസർവിൽ കീപ്പ് ചെയ്യേണ്ട എമൗണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് അവർക്ക് ലെൻഡ് ചെയ്യാനായിട്ട് എമൗണ്ട് കുറയും. അപ്പോൾ ലെൻഡിങ് കുറയുമ്പോൾ എന്താണ് പൈസ എക്കണോമിയിൽ എത്തുന്നത് വളരെ കുറയും. സോ അതുകൊണ്ട് എന്താണ് മണി മൾട്ടിപ്ലയർ ഉണ്ടാകത്തില്ല. ഈ പറയുന്നത് എന്താണ് ഇൻക്രീസ് ഇൻ ദ പോപ്പുലേഷൻ ഓഫ് ദ കൺട്രി. ഇപ്പോൾ എന്താണ് നോർമലി ഒരു കൺട്രിയിലെ പോപ്പുലേഷൻ ഇൻക്രീസ് ആയതുകൊണ്ട് എന്താണ് വെറുതെ അവിടെ എക്കണോമിയിൽ എന്തായിരിക്കും മണി മൾട്ടിപ്ലയർ ഉണ്ടാവണമെന്നില്ല. ഓക്കെ, പോപ്പുലേഷൻ പ്ലസ് അവരുടെ ബാങ്കിങ് ഹാബിറ്റ്സ്, ഈ പോപ്പുലേഷൻ്റെ എല്ലാം ബാങ്കിങ് ഹാബിറ്റ്സ് കൂട്ടി അവരെന്താണ് ബാങ്കിലോട്ട് വരുന്നെങ്കിൽ, ഓക്കെ, ബാങ്കിങ് ഹാബിറ്റ്സ് കൂട്ടണമെങ്കിൽ എന്തായിരിക്കും എന്ന് നമുക്കിത് പറയാൻ പറ്റും. ബാങ്കിങ് ഹാബിറ്റ് കൂട്ടുമ്പോൾ എങ്ങനെയായിരിക്കും? സ്വാഭാവികമായിട്ടും ആളുകൾ എന്താണ് ഒരുപാട് മണി എന്താണ് ബാങ്കിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. ഡെപ്പോസിറ്റ് മോർ മണി ടു ബാങ്ക്. അപ്പം ബാങ്കിലേക്ക് ഒരുപാട് മണി ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് അതിൻ്റെ ഉപയോഗം എന്താണ്? ബാങ്കുകാർക്ക് പിന്നെ എന്താണ് ആ പൈസ വെച്ച് ലെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അവർക്ക് എന്താണ് ഇത് ലെൻഡിങ് കൊടുക്കാൻ പറ്റും. സോ ബാങ്ക് ലെൻഡ് മോർ മണി. ഇത് വീണ്ടും എവിടെ എത്തുന്നുണ്ട്? നമ്മുടെ എക്കോണമിയിൽ എത്തുന്നുണ്ട്. ഓക്കെ, സൊസൈറ്റിയിൽ എത്തുന്നുണ്ട്. എക്കോണമിയിൽ പൈസ എത്തും. എക്കോണമിയിൽ പൈസ എത്തുമ്പോൾ എന്താണ് മണി മൾട്ടിപ്ലയർ അവിടെ പോസിബിളാണ്. സോ അതാണെന്ത് ബാങ്കിങ് ഹാബിറ്റ് ഓഫ് പീപ്പിൾ ഇൻക്രീസ് ചെയ്യുമെന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ സി ആണ്, ഇൻക്രീസ് ഇൻ ദ ബാങ്കിങ് ഹാബിറ്റ് ഓഫ് ദ പീപ്പിൾ. അതാണ് എന്ത് ചെയ്യുന്നത് എക്കണോമിയിൽ മണി മൾട്ടിപ്ലയറിന് കാരണമാകുന്നത്. ഓക്കെ, സോ അതാണ് 11ാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. നെക്സ്റ്റ് 12. വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ എക്കോണമി, ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ക്യാൻ ബി കോസ്ഡ് ഓർ ഇൻക്രീസ്ഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ്. ഓക്കെ, ഡിമാൻഡ് പുള്ളാണ് ചോദിച്ചിരുന്നത്. ഡിമാൻഡ് കൂടി അത് കാരണം ഉണ്ടാകുന്ന ഇൻഫ്ലേഷൻ ഏതൊക്കെയാണ് ചോദിച്ചിരുന്നത്. ഓപ്ഷൻ എ, സ്റ്റേറ്റ്മെൻറ്റ് 1 എക്സ്പാൻഷണറി പോളിസീസ്, ഫിസ്ക്കൽ സ്റ്റിമുലസ്, ഇൻഫ്ലേഷൻ ഇൻഡെക്സിങ് വേജിങ്, ഹയർ പർച്ചേസിംഗ് പവർ, റൈസിംഗ് ഇൻട്രസ്റ്റ് റേറ്റ്. ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് ചോദിച്ചിരിക്കുന്നത്? 1 to 4 ഓൺലി, 3 4 5 ഓൺലി, 1 2 3 5 ഓൺലി, 1 2 3 4 and 5. ഓക്കെ, ഇതിൽ ഏതാണ് ഡിമാൻഡ് ഫുൾ ഇൻഫ്ലേഷന് കോസ് ആവുന്നത്, അല്ലെങ്കിൽ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷന് കാരണമാകുന്നതാണ് ചോദിച്ചേക്കുന്നത്. ഏതൊക്കെയായിരിക്കും നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ഫസ്റ്റ് പറയുന്നത് എന്താണ്? എക്സ്പാൻഷണറി പോളിസീസിനെ പറ്റി പറയുന്നുണ്ട്. ഡിമാൻഡ് ഫുൾ ഇൻഫ്ലേഷൻ എന്താണെന്ന് നമുക്കറിയാലോ. അതായത് ഡിമാൻഡ് കൂടുന്നു ബട്ട് പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്തായിരിക്കും? അവിടെ പ്രൊഡക്ഷൻ കുറവായിരിക്കും. സോ പ്രൈസ് എന്തായിരിക്കും? റേറ്റ് കൂടുന്നുണ്ട്. സോ ഇതാണ് എന്ത് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിനാരിയോ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് എക്സ്പാൻഷണറി പോളിസീസാണ് നമ്മൾ പറയുന്നത്. എക്സ്പാൻഷണറി പോളിസീസ് എന്താണ്? RBI സ്പെൻഡ് മണി ടു സൊസൈറ്റി അല്ലെങ്കിൽ മണി ടു എക്കോണമി
ഓക്കെ, RBI അല്ലെങ്കിൽ ബാങ്ക്സ് അവരെന്താണ് സപ്ലൈ മണി ടു എക്കോണമി. അങ്ങനെ മണി എക്കോണമിയിലേക്ക് സപ്ലൈ ചെയ്താൽ എന്തായിരിക്കും, ആളുകളുടെ കയ്യിൽ എന്ത് ചെയ്യുന്നുണ്ട്, പൈസ കൂടും. ഓക്കെ, സോ പീപ്പിൾ ഗോട്ട് മണി. പൈസ കയ്യിൽ കിട്ടി നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നത്, നമ്മളെ ഡിമാൻഡ് കൂടും, നമ്മളെ ഡിമാൻഡ് ഇൻക്രീസ് ആവും. ഡിമാൻഡ് ഇൻക്രീസ് ആവുന്നതിനനുസരിച്ച് പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ, പ്രൊഡക്ഷൻ കുറവാണെങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, അവിടെ ഇൻഫ്ലേഷൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഏതാണ് ഡിമാൻഡും ഇൻഫ്ലേഷൻ, ഡിമാൻഡ് കാരണം ഇൻഫ്ലേഷൻ ഉണ്ടായി. അപ്പോൾ ഏതായിരിക്കും, എക്സ്പാൻഷണറി പോളിസീസ് എന്തായാലും ഡിമാൻഡ് ഫുൾ ഇൻഫ്ലേഷന് കാരണമാകുന്നുണ്ട്. കാരണം എന്താണ് ഫസ്റ്റ് പറയുന്നത് എക്സ്പാൻഷണറി പോളിസി ആണ്. എക്സ്പാൻഷണറി പോളിസി എന്ന് വെച്ചാൽ RBI അല്ലെങ്കിൽ എന്താണ് ബാങ്കുകൾ, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്താണ് എക്കണോമിയിലേക്ക് പൈസ പമ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പമ്പ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്താണ് ആളുകൾക്ക് പൈസ കിട്ടുന്നുണ്ട്. ഇങ്ങനെ പൈസ കിട്ടുമ്പോൾ ആളുകൾ ഡിമാൻഡ് കൂടുന്നുണ്ട്. ഡിമാൻഡ് കൂടുന്നു, പക്ഷേ അതിനനുസരിച്ച് പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, അവിടെ ഇൻഫ്ലേഷൻ ഉണ്ടാകും, പ്രൈസ് ഹൈക്സ് ഉണ്ടാകും. സോ ഇൻഫ്ലേഷന് കാരണമാകും. സോ ഫസ്റ്റ് എന്തായാലും ഉണ്ട്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബി ഡിലീറ്റ് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. സെക്കൻഡ് വരുന്നത് എന്താണ്, ഫിസ്ക്കൽ സ്റ്റിമുലസ്. ഓക്കെ, ഫിസ്ക്കൽ സ്റ്റിമുലസ് എങ്ങനെ ഇതാക്കുമെന്ന് നോക്കാം. ഫിസ്ക്കൽ സ്റ്റിമുലസ് എന്ന് വെച്ചാൽ എന്താണ്, ഗവൺമെൻറ് ഇൻക്രീസിങ് ഇൻ സ്പെൻഡിങ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് ടാക്സ് കട്ട് ചെയ്യുന്നുണ്ട്. ഫിസ്ക്കൽ സ്റ്റിമുലസ് എന്ന് വെച്ചാൽ എന്താണ്, ഗവൺമെൻറ് ഇൻക്രീസ് സ്പെൻഡിങ്. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓർ കട്ട് ടാക്സസ്. ഓക്കെ, എന്താണ് എക്കണോമി സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് എന്താണ്, ഒന്നുകിൽ ഗവൺമെൻറ് സ്പെൻഡിങ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് കട്ട് ടാക്സ് എന്താണ് കട്ട് ചെയ്യുന്നുണ്ട്. ടാക്സ് കട്ട് ചെയ്യുമ്പോൾ എന്താണ് കൂടുതലും എന്ത് സംഭവിക്കുന്നുണ്ട്, മോർ മണി ഇൻ ടു ഹാൻഡ്സ് ഓഫ് പീപ്പിൾ. ഓക്കെ, കാരണം എന്താണ് ടാക്സ് അവിടെ കട്ട് ചെയ്യും. ടാക്സ് കട്ട് ചെയ്യുമ്പോൾ എന്താണ് ആളുകൾക്ക് വീണ്ടും പൈസ അവരെ കയ്യിലോട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ ആളുകളുടെ കയ്യിലോട്ട് പൈസ കിട്ടി എന്ത് സംഭവിക്കുന്നുണ്ട്, അവിടെ അവർ സാധനം വാങ്ങാനുള്ള ഡിമാൻഡ് കൂട്ടും. ബട്ട് പ്രൊഡക്ഷൻ ആ ടൈമിൽ ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തിന് കാരണമാകുന്നുണ്ട്, ഇൻഫ്ലേഷന് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഫിസ്ക്കൽ സ്റ്റിമുലസ് എന്തിന് കാരണമാകുന്നുണ്ട്, ഇൻഫ്ലേഷന് കാരണമാകുന്നുണ്ട്. സോ സെക്കൻഡ് ഫിസ്ക്കൽ സ്റ്റിമുലസ് അതും എന്താണ് ഇൻഫ്ലേഷന് കാരണമാകുന്നുണ്ട്. നെക്സ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സസ് വേജസ്. ഓക്കെ, ഇൻഫ്ലേഷൻ ഇൻഡെക്സിങ് വേജസ്. ഇതെന്ന് വെച്ചാൽ എന്താണ്, വേജ് അഡ്ജസ്റ്റഡ് ഇൻ റെസ്പോൺസ് ടു എക്സിസ്റ്റിംഗ് ഇൻഫ്ലേഷൻ. ഓക്കെ, അതായത് എന്താണ്, ഇപ്പം നിൽക്കുന്ന ഒരു ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് വേജസ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണ് നോർമലി ഒരു വേജ് പ്രൈസ് സ്പൈറലിനാണ് കാരണമാകുന്നത്. അതായത് എന്തിന് നമ്മൾ നോർമലി പറയുന്നത് എന്താണ്, കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷനാണ് കാരണമാകുന്നത്. ഓക്കെ, ഒരു വേജ് പ്രൈസ് സ്പൈറലിന് കാരണമാകും. വേജ് പ്രൈസ് സ്പൈറൽ പറയുമ്പോൾ എന്താണ്, ഒരു കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷനാണ് കാരണമാകുന്നത്. സോ അതുകൊണ്ട് എന്താണ്, അത് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. കാരണം അത് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷനിലുണ്ട്. നമുക്ക് ചോദിച്ചേക്കുന്നത് എന്താണ്, ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല. സോ 3 പോകുമ്പോൾ എന്താണ്, ഓപ്ഷൻ സിയും ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ 1 to 4 ആയിരിക്കും ആൻസർ വരുന്നത്. അപ്പോൾ 4 നോക്കി, ഹയർ പർച്ചേസിങ് പവർ. ഓക്കെ, സോ ഹൈ പർച്ചേസിംഗ് പവർ എങ്ങനെയായിരിക്കും, നോർമലി ഹൈ പർച്ചേസിംഗ് പവർ എന്ന് വെച്ചാൽ കൺസ്യൂമറിൻ്റെ കയ്യിൽ എന്താണ്, പീപ്പിളിൻ്റെ കയ്യിൽ ഹാവ് മോർ ഡിസ്പോസിബിൾ ഇൻകം. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് സ്പെൻഡിങ് കൂടും. നോർമലി ആളുകൾ എന്താണ് ഡിമാൻഡ് കൂട്ടും. പക്ഷേ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, പ്രോഡക്ട്സ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇൻഫ്ലേഷൻ കാരണമാകുന്നുണ്ട്. സോ പർച്ചേസിംഗ് പവർ കൂടിയാലും നമുക്ക് എന്താണ്, ഹൈ പർച്ചേസിംഗ് പവർ എന്താണ് ഇൻഫ്ലേഷന് കാരണമാകുന്നുണ്ട്. നെക്സ്റ്റ് റൈസിങ് ഇൻട്രസ്റ്റ് റേറ്റ് റൈസ് ചെയ്യുന്നത്. റൈസിങ് ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, ഈ ഇൻട്രസ്റ്റ് റേറ്റ് റൈസ് ചെയ്യുന്ന എന്ന് പറയുന്നത് തന്നെ എന്താണ്, നമ്മുടെ ഇൻഫ്ലേഷൻ തടയാനുള്ള അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗ്ഗമാണ്. ഓക്കെ, ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നുള്ള പ്രധാനപ്പെട്ട മാർഗ്ഗമാണ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് റൈസ് ചെയ്യുക എന്നുള്ളത്. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് റൈസ് ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് ബോറോ ചെയ്യുന്നത് എക്സ്പെൻസീവ് ആയിട്ട് മാറും. ഓക്കെ, ബോറോയിങ് മോർ എക്സ്പെൻസീവ്. ഓക്കെ, ബോറോയിങ് എക്സ്പെൻസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് സംഭവിക്കുന്നുണ്ട്, നമ്മുടെ കൺസ്യൂമർ സ്പെൻഡിങ് സ്പെൻഡിങ് എന്ത് ചെയ്യും, കുറയ്ക്കും. സ്പെൻഡിങ് കുറയ്ക്കാൻ എന്താണ്, അവിടെ ഡിമാൻഡ് കുറയത്തേ ഉള്ളൂ. ഓക്കെ, നമ്മളെന്താണ് സ്പെൻഡിങ് കുറയ്ക്കുകയാണ്. നമുക്ക് ബോറോയിങ് എക്സ്പെൻസീവ് ആകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നമ്മുടെ സ്പെൻഡിങ് എന്താണ് കുറയ്ക്കും. സ്പെൻഡിങ് കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിമാൻഡ് അതിനനുസരിച്ച് കുറയും. ഓക്കെ, ഡിമാൻഡ്
റെഡ്യൂസ് ആവും. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നില്ല. സോ അതുകൊണ്ടാണ് എന്ത് നമുക്ക് D5 അഞ്ചാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആൻസർ വരുന്നത് എന്താണ്, ഓപ്ഷൻ എ ആണ്. 1, 2 and 4 ഓൺലി ആയിരിക്കും. ബാക്കിയെല്ലാം എന്താണ്, 1 ആയാലും 2 ആയാലും 3, 4 ആയാലും ഇത് മൂന്നുമാണെന്ത് ഡിമാൻഡ് ഫുൾ ഇൻഫ്ലേഷൻ കാരണമാകുന്നത്. അതുപോലെ 3ഉം 5ഉം എന്തായിരിക്കും, 3 കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷനും അതുപോലെ തന്നെ 5 കാരണമാകുന്നില്ല, ഡിമാൻഡ് ഫുൾ ഇൻഫ്ലേഷന് കാരണമാകുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിത്ത് റെഫറൻസ് ടു ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, retail investors through demat account can invest in treasury bills and government of India debt bonds in primary market. Okay, through demat account ആണ് പറയുന്നത്. Second one, the negotiated dealing system order matching is a government securities trading platform of Reserve Bank of India. Third statement, the Central Depository Service Limited is jointly promoted by Reserve Bank of India and the Bombay Stock Exchange. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. ആൻസർ വരുന്നത് എന്താണ്, ഓപ്ഷൻ ബി ആണ്. 1 and 2 മാത്രമായിരിക്കും. ഓക്കെ, തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. കാരണം സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസ് ലിമിറ്റഡ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് ജോയിൻ്റ്ലി പ്രൊമോട്ടഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വരുന്നില്ല. പകരം എന്താണ്, പ്രൊമോട്ടഡ് ബൈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അതിൻ്റെ കൂടെ എന്താണ് ലീഡിങ് പബ്ലിക് അല്ലെങ്കിൽ എന്താണ് പ്രൈവറ്റ് സെക്ടറും കൂടെയാണ്. ഓക്കെ, ലീഡിങ് പബ്ലിക് ഓർ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ആണ്. ഓക്കെ, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്, അതായത് നമുക്കിപ്പോൾ SBI അതുപോലെ എന്താണ് HDFC ഇതുപോലുള്ള ബാങ്ക്സാണ് ഇതിൽ ലീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസ് ലിമിറ്റഡ് എന്ന് പറയുന്നത് ജോയിൻ്റ്ലി പ്രൊമോട്ടഡ് ബൈ RBI വരുന്നില്ല. പകരം ആരാണ്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അതുപോലെ ലീഡിങ് പബ്ലിക് ഓർ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ആണ്, ലൈക്ക് SBI, HDFC ഇവരൊക്കെയാണ്. ബാക്കി രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യാം, ട്രഷറി ബിൽസിലൂടെ അതുപോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡെപ്റ്റ് ബോണ്ട്സിലൂടെ എന്താണ് ഡിമാറ്റ് അക്കൗണ്ട് വഴി പ്രൈമറി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് നെഗോഷിയേറ്റഡ് ഡീലിംഗ് സിസ്റ്റം ഓർഡർ മാച്ചിങ് ഇസ് എ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. ആരുടെയാണ്, അണ്ടർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സോ ഇത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് തെറ്റ് വരുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്, സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസ് ലിമിറ്റഡ് എന്ന് പറയുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അതിൻ്റെ കൂടെ എന്താണ് ലീഡിങ് പബ്ലിക് ഓർ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ആയിരിക്കും. SBI ഉണ്ട്, അതുപോലെ തന്നെ HDFC ഉണ്ട്, ഇതുപോലുള്ള ബാങ്ക്സ് ഒക്കെ ആയിരിക്കും അതിന് കാരണമാകുന്നു. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1 and 2 ഓൺലി ആയിരിക്കും. നെക്സ്റ്റ് 14ാമത്തെ ക്വസ്റ്റ്യൻ, വിത്ത് റെഫറൻസ് ടു വാട്ടർ ക്രെഡിറ്റ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. It puts microfinance tools to work in the water and sanitation sector. It is a global initiative launched under the aegis of World Health Organization and the World Bank. It aims to enable the poor people to meet their water needs without depending on subsidies. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ വരുന്നത് എന്താണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നമുക്കിത് അറിഞ്ഞാലും ചെയ്യാൻ പറ്റും എന്താണ് വാട്ടർ ക്രെഡിറ്റ് എന്ന്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആയിരിക്കും. 1 and 3 ഓൺലി ആയിരിക്കും. ഓക്കെ, കാരണം വാട്ടർ ക്രെഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്, water.org. ഓക്കെ, എന്നൊരു സംഘടനയുടെ ഇനിഷ്യേറ്റീവ് ആണ് എന്ന് പറയുന്നത് വാട്ടർ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, മൈക്രോ ഫിനാൻസ് അതായത് സ്മോൾ ലോൺസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതായത് മൈക്രോ ഫിനാൻസ് ടൂൾ ടു വർക്ക് ഇൻ ദ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ സെക്ടർ. അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം ഈ water.org എന്താണ്, ORGയുടെ അണ്ടറിലാണ് ഇത് വാട്ടർ ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു സ്കീം വരുന്നത്. സോ ഇതെന്ത് ചെയ്യുന്നുണ്ട്, മൈക്രോ ഫിനാൻസ് ടൂൾ ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടി, വാട്ടറിന് അതുപോലെ എന്താണ് വാട്ടർ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ അതുപോലെ എന്താണ് സാനിറ്റേഷൻ സെക്ടറിനായിട്ട് കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ലോഞ്ച് അണ്ടർ ദ എയ്ഡ്സ് ഓഫ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും വേൾഡ് ബാങ്ക് എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ പറഞ്ഞു ഇത് ഓൾറെഡി ആരുടേതാണ്, water.org എന്ന് പറയുന്ന ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ആണ്. ഓക്കെ, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. ഓക്കെ, water.org. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് എയിംസ് ടു എനേബിൾ ദ പുവർ പീപ്പിൾ ടു മീറ്റ് ദെയർ വാട്ടർ നീഡ്സ് വിത്തൗട്ട് ഡിപ്പെൻഡിങ് ഓൺ സബ്സിഡീസ്. ഓക്കെ, അതായത് എന്താണ് ആ ട്രഡീഷണൽ സബ്സിഡി മെത്തേഡ്സിൽ നിന്ന് മാറിയിട്ട് എന്ത് ചെയ്യണം, അല്ലാണ്ട് നേരിട്ട് എന്താണ് ഇവർക്ക് പുവർ പീപ്പിൾസിന് എന്താണ് വാട്ടർ നീഡ്സ് മീറ്റ് ചെയ്യുക എന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫിനാൻഷ്യൽ എംപവർമെൻറ്റ് ആൻഡ് മാർക്കറ്റ് ബേസ്ഡ് സൊല്യൂഷൻസ് അലോവിങ് individual to fund their own long-term water and sanitation solutions through through how എങ്ങനെയായിരുന്നു ക്രെഡിറ്റ് rather than relying in traditional charity and subsidies. ഓക്കെ, ട്രഡീഷണൽ ചാരിറ്റി സബ്സിഡി ആ ഒരു മാർക്കറ്റിൽ നിന്ന് മാറിയിട്ട് എന്താണ് ഇവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ വാട്ടർ നീഡ്സ് കിട്ടുന്നു. ഓക്കെ, ഈ ഒരു ക്രെഡിറ്റ് വഴി എന്താണ് വാട്ടർ നീഡ്സ് കിട്ടുന്നു. അതാണ് ഈ ഒരു water.org അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രോഗ്രാം വാട്ടർ ക്രെഡിറ്റ് വഴി ഉദ്ദേശിക്കുന്നത്.
സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ആൻസർ പറഞ്ഞാൽ ഓപ്ഷൻ സി ആയിരിക്കും. 1 and 3 ഓൺലി ആയിരിക്കും. നെക്സ്റ്റ് 15. In India, the central bank functions as the lender of last resort, usually refers to which of the following? ഓക്കെ, സോ നമുക്കറിയാം സെൻട്രൽ ബാങ്ക്സ് എന്താണ് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയുന്നുണ്ട് RBI. അപ്പോൾ അതിന് എന്താണ് യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് നോക്കി, ലീഡിങ് ടു ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ബോഡീസ് വെൻ ദേ ഫെയിൽ ടു ബോറോ ഫ്രം അതർ സോഴ്സസ്, പ്രൊവൈഡ് ലിക്വിഡിറ്റി ടു ദ ബാങ്ക്സ് ഹാവിങ് എ ടെമ്പററി ക്രൈസിസ്. തേർഡ് വൺ, ലെൻഡിങ് ടു ഗവൺമെൻറ് ഫസ്റ്റ് വൺ ലെൻഡിങ് ഓക്കെ ലെൻഡിങ് ടു ഗവൺമെൻറ് ടു ഫിനാൻസ് ബഡ്ജറ്ററി ഡെഫിസിറ്റ്. അപ്പോൾ ഇത് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ലെൻഡിങ് ടു ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ബോഡീസ് വെൻ ദേ ഫെയിൽ ടു ബോറോ ഫ്രം അതർ സോഴ്സസ്. ഓക്കെ, കാരണം നമുക്കറിയാം RBI എന്താണ് ഇതുപോലുള്ള ബോഡീസിന് എന്താണ് ഇൻഡസ്ട്രി ബോഡീസിനോ അതുപോലെ എന്താണ് ബാക്കി ട്രേഡ് ബോഡീസിനോ ഇവർക്കൊന്നും എന്താണ് RBI ഡയറക്റ്റായിട്ട് കൊടുക്കുന്നില്ല. RBI കൊടുക്കുന്നത് എന്തായിരിക്കും, അത് കൊമേഴ്ഷ്യൽ ബാങ്ക്സിനായിരിക്കും RBI കൊടുക്കുന്നത്. ഓക്കെ, ബാങ്കുകൾക്കാണ് എന്താ RBI നിൽക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്, RBI ഇവിടെ ഇൻഡസ്ട്രി ബോഡീസിന് ഒക്കെ എന്താണ് അവർക്ക് ബോറോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ആദ്യമേ എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഒന്ന് പോകുമ്പോൾ ഓപ്ഷൻ എ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇനി സെക്കൻഡ് എന്താണ്, പ്രൊവൈഡിങ് ലിക്വിഡിറ്റി ടു ദ ബാങ്ക്സ് ഹാവിങ് ടെമ്പററി ക്രൈസിസ്. നമുക്കറിയാം RBIയുടെ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്ന് വെച്ചാൽ അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ തന്നെ എന്താണ്, ബാങ്കുകൾക്ക് ഒരു ലിക്വിഡിറ്റി ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ടെമ്പററി ക്രൈസിസ് ഉണ്ടാകുമ്പോൾ അവർക്ക് എന്താണ് പൈസ കൊടുക്കുക. അതാണെന്ത് RBIയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. സോ രണ്ട് ശരിയാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഡി എലിമിനേറ്റ് ചെയ്യാം. ഇനി ലെൻഡിങ് ടു ദ ഗവൺമെൻറ് ടു ഫിനാൻസ് ബഡ്ജറ്ററി ഡെഫിസിറ്റ്. ഓക്കെ, ഗവൺമെൻറ് എന്താണ് ബഡ്ജറ്ററി ഡെഫിസിറ്റ് ഉണ്ടാകുമ്പോൾ അവർക്ക് എന്താണ് ഫിനാൻസ് ചെയ്യുന്നതാണ് പറയുന്നത്. പക്ഷേ ആ ഒരു ഡ്യൂട്ടി എപ്പോഴും RBI ചെയ്യാറുണ്ടോ? കാരണം RBI ഇപ്പോൾ എന്താണ് ബാങ്കുകൾക്ക് കൊടുക്കുന്നെങ്കിൽ എന്താണ് RBIക്ക് കൊടുക്കാം. പക്ഷേ ഗവൺമെൻറ് ലെൻഡ് ചെയ്യുന്നെങ്കിൽ അതെന്താണ് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് അല്ല വരുന്നത്. ഓക്കെ, കാരണം അത് വരുന്നത് എന്താണ് RBIയുടെ ബാങ്കർ ടു ഗവൺമെൻറ് എന്നുള്ള ഫംഗ്ഷനാണ്. ബാങ്കർ ടു ഗവൺമെൻറ് ആണ് വരുന്നത്. കാരണം ഗവൺമെൻറ് എന്തെങ്കിലും കാര്യത്തിലുള്ള എന്താണ് വേസ് ഓഫ് മീൻസ് ഓഫ് അഡ്വാൻസസ്, ഇപ്പോൾ എന്താണ് ബോൺസ് പോലെയൊക്കെയുള്ള കാര്യത്തിൽ വഴി എന്താണ് RBI കൊടുക്കാനായിട്ട് പറ്റും. കാരണം പക്ഷേ അത് പറയുന്നത് എന്താണ് ബാങ്ക് ടു ഗവൺമെൻറ് ആണ് വരുന്നത്. ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ തേർഡും വരത്തില്ല. അപ്പോൾ ആൻസർ എന്നതായിരിക്കും ഓപ്ഷൻ ബി ആണ്, 2 ഓൺലി മാത്രമായിരിക്കും. ഓക്കെ, അപ്പോൾ 15ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, പ്രൊവൈഡിങ് ലിക്വിഡിറ്റി ടു ദ ബാങ്ക് ഹാവിങ് ടെമ്പററി ക്രൈസിസ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ശരിയാണെന്ന് തോന്നും. പക്ഷേ കാരണം എന്താണ് ഇല്ലാത്തത്, കാരണം ലെൻഡിങ് ടു ഗവൺമെൻറ്റ്സ് ടു ഫിനാൻസ് ബഡ്ജറ്റ് ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് അത് ബാങ്കർ ടു ഗവൺമെൻറ് എന്നുള്ള ഫംഗ്ഷനാണ് വരുന്നത്. നോർമലി RBIക്ക് എന്താണ് ബോണ്ട് വഴിയും കാര്യങ്ങൾ വഴിയൊക്കെ എന്താണ് ഗവൺമെൻറ്റുമായിട്ട് ലീഡ് ചെയ്യുന്നത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. സോ അത് ബാങ്കർ ടു ഗവൺമെൻറ് ആണ് വരുന്നത്. അതൊരിക്കലും എന്താണ് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് വരുന്നത്. ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് RBIയും ബാങ്ക്സും തമ്മിലുള്ള ആ ഒരു ഫംഗ്ഷനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും, 2 ഓൺലി. Next, 16. R2 Code of Practices constitute a tool available for promoting the adoption of option A, environmentally responsible practices in electronics recycling industry. Option B, ecological management of wetlands of international importance under the Ramsar Convention. Option C, sustainable practices in the cultivation of agriculture crops in degraded lands. Option D, environmental impact assessments in the exploitation of natural resources. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലെങ്കിൽ ഏതാണ് R2 കോഡ് ഓഫ് പ്രാക്ടീസിന് കറക്റ്റായിട്ട് വരുന്നത്? അഗെയിൻ ഫാക്റ്റാണ്. ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ് വരുന്നത്. എൻവയോൺമെൻ്റലി റെസ്പോൺസിബിൾ പ്രാക്ടീസസ് ഇൻ ഇലക്ട്രോണിക്സ് റീസൈക്ലിംഗ് ഇൻഡസ്ട്രി ആണത് R2 കോഡ് ഓഫ് പ്രാക്ടീസിൽ വരുന്നത്. ഇതിൻ്റെ പേര് തന്നെ എന്താണ്? റെസ്പോൺസിബിൾ റീസൈക്ലിംഗ് എന്നാണ് പറയുന്നത്. റെസ്പോൺസിബിൾ റീസൈക്ലിംഗ്. ഓക്കെ, റെസ്പോൺസിബിൾ റീസൈക്ലിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് മാനേജ് ചെയ്യുന്നത് ശരിയാണ്. അതായത് സസ്റ്റൈനബിൾ ഇലക്ട്രോണിക്സ് റീസൈക്ലിംഗ് ഇന്റർനാഷണൽ. ഓക്കെ ശരിയാണ്. R2 കോഡ് ഓഫ് പ്രാക്ടീസിനെ മാനേജ് ചെയ്യുന്നത്. ഓക്കെ, പ്രധാനപ്പെട്ട ഫോക്കസ് എന്താണ്? എൻവയോൺമെൻറ്റ് റെസ്പോൺസിബിൾ ആയിരിക്കണം. അതുപോലെ എന്താണ് ഇലക്ട്രോണിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രി എൻവയോൺമെൻറ്റ് റെസ്പോൺസിബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, സേഫ്റ്റി വരുന്നുണ്ട്, ഹെൽത്ത് ഇഷ്യൂസ്, വർക്കേഴ്സിൻ്റെ ഹെൽത്തിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ എന്താണ് ഇലക്ട്രോണിക് കോമ്പൗണ്ട്സിനെ എങ്ങനെയൊക്കെ സേഫ്റ്റി ഉറപ്പാക്കാൻ, അതിന് ഡേറ്റ സേഫ്റ്റി ആയാലും വർക്കേഴ്സിൻ്റെ സേഫ്റ്റി ആയാലും ഇതെല്ലാം എന്താണ് ഈ ഒരു R2 കോഡ് ഓഫ് പ്രാക്ടീസ് ഇൻക്ലൂഡ് ആവുന്നതാണ്. ഓക്കെ, ബാക്കിയൊന്നുമല്ല വരുന്നത്. ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ് വരുന്നത്. നെക്സ്റ്റ് 17. വൈ ദർ ഇസ് എ കൺസേൺ അബൌട്ട് ദ കോപ്പർ സ്മെൽറ്റിംഗ് പ്ലാന്റ്സ്. അപ്പോൾ കോപ്പർ സ്മെൽറ്റിംഗ് പ്ലാന്റ്സിന് വെച്ച് കൺസേൺസ് ഉണ്ടാകാൻ കാരണം എന്താണെന്ന് ചോദിച്ചേക്കണം. ദേ മേ റിലീസ് എ ലിറ്റൽ ക്വാണ്ടിറ്റീസ് ഓഫ് കാർബൺ മോണോക്സൈഡ് ഇൻ ടു എൻവയോൺമെൻറ്റ്. Second one, the copper slag can cause the leaching of some heavy metals into environment. Third one, they may release sulfur dioxide as a pollutant.
അപ്പോൾ ഏതൊക്കെയാണ് ശരിയെന്ന് ചോദിച്ചാൽ 1 and 2 only, 2 and 3 only, 1 and 3 only, 1, 2 and 3. ഓക്കെ, അപ്പോൾ നോക്കിയേ, അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? കോപ്പർ സ്മെൽറ്റിംഗ് പ്രോസസ്. ഓക്കെ, അപ്പോൾ കോപ്പർ സ്മെൽറ്റിംഗ് പ്രോസസ്സിൻ്റെ കൺസേൺ എന്തൊക്കെയാണ്? നമുക്കറിയാം ഇതെന്താണ്, ഒരു ടെമ്പറേച്ചർ ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. കാരണം കോപ്പർ സ്മെൽറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ എന്തായാലും ടെമ്പറേച്ചർ ഇൻക്ലൂഡാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കി, ദേ മേ റിലീസ് ലെതൽ ക്വാണ്ടിറ്റീസ് ഓഫ് കാർബൺ മോണോക്സൈഡ് ടു എൻവയോൺമെന്റ്. നമുക്കറിയാം ഇതിലെന്താണ്, സ്മെൽറ്റിംഗ് പ്രോസസ്സിൽ കാർബൺ മോണോക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാർബൺ മോണോക്സൈഡ് ഒരു റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് എന്താണ് ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്, റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യും. പക്ഷേ ഇത് നോർമലി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ടെമ്പറേച്ചറിൻ്റെ ഇതിൻ്റെയൊക്കെ ഫലം കൊണ്ട് എന്താണ്, നോർമലി അത് ഓക്സിഡൈസ്ഡ് ആയിപ്പോകും. ഓക്കെ, അപ്പോൾ കാർബൺ മോണോക്സൈഡ് ഓക്സിഡൈസ് ആയ എന്തായിരിക്കും അതിൻ്റെ ഫലം ഉണ്ടാകുന്നത്? നോർമലി അവിടെ ഉണ്ടാകുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. ഓക്കെ, കാർബൺ മോണോക്സൈഡ് ഓക്സിഡൈസ് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്തുണ്ടാകുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. അപ്പോൾ ഇതിൽ ലെതൽ ക്വാണ്ടിറ്റീസ് ഓഫ് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നതിന് പകരം കാർബൺ ഡൈ ഓക്സൈഡ് എന്നാണ് പറയുന്നത്. എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. കാരണം കാർബൺ മോണോക്സൈഡിനല്ല എൻവയോൺമെൻറ്റിലേക്ക് വിടുന്നത്, പകരം എന്താണ് കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് വിടുന്നത്. സോ ഒന്ന് തെറ്റുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടിയ ഓപ്ഷൻ ബി ആയിരിക്കും, 2 and 3 only ആയിരിക്കും. The Cooper's law can cause leaching of some heavy metals into environment. അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം എന്താണ്, ഹെവി മെറ്റൽസ് ലൈക്ക് ആഴ്സനിക്, ലെഡ്, കാഡ്മിയം, ഇതിനെയൊക്കെ എന്താണ് സോയിലിലേക്കും അതുപോലെ എന്താണ് ഗ്രൗണ്ട് വാട്ടറിലേക്കും, ഓക്കെ, ഗ്രൗണ്ട് വാട്ടറിലേക്ക് എന്താണ് ലീച്ച് ചെയ്യാനായിട്ട് ഇതിന് പറ്റും, കോപ്പർ സ്ലാഗിന് പറ്റും. ഓക്കെ, സോ കോപ്പർ സ്ലാഗ് ക്യാൻ കോസ് ദ ലീച്ചിങ് ഓഫ് സം ഹെവി മെറ്റൽസ് ഇൻ ടു എൻവയോൺമെന്റ് ലൈക്ക് ആഴ്സനിക്, ലെഡ്, കാഡ്മിയം ഇൻ ടു സോയിൽ ആൻഡ് ഗ്രൗണ്ട് വാട്ടർ. തേർഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ദേ മേ റിലീസ് സൾഫർ ഡയോക്സൈഡ് ആസ് എ പൊല്യൂട്ടൻ്റ്. അത് എന്താണ് ശരിയായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സൾഫർ ഡയോക്സൈഡ് എന്തിനൊക്കെ കാരണമാണെന്ന് നമുക്കറിയാം. പ്രധാനമായിട്ടും എന്താണ് ആസിഡ് റെയിന് കാരണമാകുന്നതാണ് സൾഫർ ഡയോക്സൈഡ്. അപ്പോൾ എന്താണ് സൾഫർ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിലേക്ക് വരാൻ ആസിഡ് റെയിനൊക്കെ എന്താണ് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. സോ ആൻസർ വരുന്നത് 2 and 3 only ആയിരിക്കും, ഓപ്ഷൻ ബി. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 18. വിത്ത് റെഫറൻസ് ടു ഫർണസ് ഓയിൽ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ഓയിൽ റിഫൈനറീസ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, സം ഇൻഡസ്ട്രീസ് യൂസ് ഇറ്റ് ടു ജനറേറ്റ് പവർ. തേർഡ് വൺ, ഇറ്റ് യൂസ് കോസ് സൾഫർ എമിഷൻസ് ഇൻ ടു എൻവയോൺമെന്റ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. ഓക്കെ, കാരണം ഫർണസ് ഓയിലിനെ പറ്റി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇതെല്ലാം എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം ഫർണസ് ഓയിൽ അല്ലെങ്കിൽ ബങ്കർ ഫ്യൂൽ എന്നൊക്കെ നമ്മളിങ്ങനെ പറയും. ഇതെന്താണ് ഒരു ഡാർക്ക് കളർ വിസ്കോസ് പ്രോഡക്റ്റ് ആണ്. ഓക്കെ, എവിടെ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്? നമ്മുടെ നോർമലി ക്രൂഡ് ഓയിലിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഡിസ്റ്റിലേഷൻ ഓഫ് ക്രൂഡ് ഓയിൽ വഴി നമ്മൾ ഓയിൽ റിഫൈനറീസിൽ നിന്ന് ഡിസ്റ്റിലേഷൻ ഓഫ് ക്രൂഡ് ഓയിൽ വഴിയാണ് ഈ ഒരു ഫർണസ് ഓയിൽ കിട്ടുന്നത്. ഓക്കെ, അതുകൊണ്ട് എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇത് കൂടെ എന്താണ് ഇത് ചില ഇൻഡസ്ട്രീസ് എന്താണ് ഇതിനെ പവർ ജനറേഷന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി നമ്മുടെ സിമെൻറ്റ്, പവർ പ്ലാന്റ്സ്, അതുപോലെ മറൈൻ വെസൽസ്. അപ്പോൾ ഇവിടേക്ക് എന്താണ് നമുക്ക് പവർ ജനറേറ്റ് ചെയ്യാൻ എന്താണ് ഈ ഒരു പ്രോസസ് അല്ലെങ്കിൽ ഈ ഒരു ഓയിൽ എന്താണ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് യൂസ് കോസസ് സൾഫർ എമിഷൻസ് ഇൻ ടു എൻവയോൺമെൻറ്റ്. പക്ഷേ കൂടാതെ എന്താണ് ഇത് ഫർണസ് ഓയിൽ എന്താണ് ഹൈ ടെമ്പറേച്ചറിൽ പ്രോസസ് നടക്കുന്നുണ്ട്, ഹൈ സൾഫർ കണ്ടൻറ്റും അതിലുണ്ട്. അപ്പോൾ ഈ ഹൈ സൾഫർ കണ്ടൻറ്റ് ഫർണസ് ഓയിൽ നമുക്കറിയാം ഹൈ സൾഫർ കണ്ടൻറ്റ് ഉണ്ട്, ഹൈ സൾഫർ കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഹൈ സൾഫർ കണ്ടൻറ്റ് നോർമലി എന്താണ് ഹീറ്റ് ആകുമ്പോൾ എന്ത് പുറത്ത് വിടുന്നുണ്ട്? സൾഫർ ഓക്സൈഡ്സ് പുറത്ത് വിടുന്നുണ്ട്. സൾഫർ ഓക്സൈഡ്സ് പുറത്ത് വിടുന്നുണ്ട്. പ്രധാനമായിട്ട് സൾഫർ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ എന്താണ് സൾഫർ ഡൈ ഓക്സൈഡ് ഒക്കെ ആകുമ്പോൾ എന്താണ് അത് എയർ പൊല്യൂഷനും കൂടെ എന്താണ് ആസിഡ് റെയിനും ഒക്കെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. സോ അതുകൊണ്ട് എന്താണ് മൂന്നും ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും. 1, 2 and 3 ആയിരിക്കും. നെക്സ്റ്റ് 19. വാട്ട് ഈസ് ബ്ലൂ കാർബൺ? കാർബൺ ക്യാപ്ചേർഡ് ബൈ ഓഷൻസ് ആൻഡ് കോസ്റ്റൽ എക്കോസിസ്റ്റം. Carbon sequestrated in forest, biomass and agriculture soil. Carbon contained in petroleum and natural gas. Carbon present in atmosphere. അറിയാവുന്ന കാര്യമാണ്. ബ്ലൂ കാർബൺ എന്ന് പറയുമ്പോൾ ബ്ലൂ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താണെന്ന് അറിയാം, അത് റിലേറ്റഡ് ടു ഓഷനാണ്. അപ്പോൾ കാർബൺ ക്യാപ്ചേർഡ് ബൈ ഓഷൻസ് ആൻഡ് കോസ്റ്റൽ എക്കോസിസ്റ്റം ആയിരിക്കും എന്ന് പറയുന്നത് ബ്ലൂ കാർബൺ എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി ഒരു ഓപ്ഷൻ ശരിയല്ല. ബ്ലൂ കാർബൺ ആയിട്ട് വരുന്നത് എന്താണ് കാർബൺ ക്യാപ്ചേർഡ് ബൈ ഓഷൻ ആൻഡ് കോസ്റ്റൽ എക്കോസിസ്റ്റം ആയിരിക്കും. ഇതിൽ പിന്നെ നമുക്ക് നോക്കുന്നത് കാർബൺ കണ്ടെയ്നിങ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ആയിരിക്കും. അതിന് നമ്മൾ പറയുന്നത് എന്താണ് നോർമലി ഹൈഡ്രോ കാർബൺസ് എന്ന് പറയാറുണ്ട്. ഹൈഡ്രോ കാർബൺസ്
ഓക്കെ, ബാക്കി ഇപ്പോൾ എന്താണ് കാർബൺ പ്രസന്റ് അറ്റ്മോസ്ഫിയർ നമുക്കറിയാം, നോർമൽ കാർബൺ ആണ്. അതുപോലെ തന്നെ കാർബൺ സിക്വസ്റ്റേഷൻ ഫോറസ്റ്റ് ആൻഡ് ബയോമാസും അഗ്രികൾച്ചർ, അത് എന്താണ് ബ്ലൂ കാർബൺ വരത്തില്ല. അപ്പോൾ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. ബ്ലൂ കാർബൺ എന്ന് വെച്ചാൽ കാർബൺ ക്യാപ്ചർഡ് ബൈ ഓഷൻസ് ആൻഡ് കോസ്റ്റൽ എക്കോസിസ്റ്റം ആയിരിക്കും. നെക്സ്റ്റ് 20th ക്വസ്റ്റ്യൻ. In the nature, which of the following is or are most likely to be found surviving on the surface without soil? ഇതിൽ ഏതൊക്കെയാണ് ഇത് സോയിൽ ഇല്ലാതെ പറ്റുന്നത്? ഫേൺ, ലിച്ചൻസ്, മോസ്, മഷ്റൂം. ഓപ്ഷൻ എ 1 and 4 only, ഓപ്ഷൻ ബി 2 only, ഓപ്ഷൻ സി 2 and 3 only, ഓപ്ഷൻ ഡി 1, 3 and 4. ഓക്കെ, നമുക്കിത് ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഫോർത്ത് ഒന്ന് നോക്കി, മഷ്റൂം. നമുക്കറിയാവുന്ന കാര്യമാണ്, മഷ്റൂം നമ്മൾ കഴിക്കുന്നതൊക്കെയാണ്. സോ മഷ്റൂമിന് എന്താണ്, എന്തായാലും അതിനൊരു ന്യൂട്രിയൻ ബേസ് ആയിട്ടുള്ളൊരു എന്ത് വേണം, സർഫസ് വേണം. ഓക്കെ, അതിപ്പോൾ എന്താവാം, മേ ബി സോയിലാവാം, സംടൈംസ് എന്തായിരിക്കും, ചിലപ്പോൾ ഈ ഡീക്കേയിങ് ആയിട്ടുള്ള വുഡാവാം. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്താണ് മഷ്റൂമിന് വരും. അപ്പോൾ മഷ്റൂം എന്തായാലും വരത്തില്ല. ഓക്കെ, സോ മഷ്റൂം വരത്തില്ലെങ്കിൽ നമുക്ക് 4 സ്റ്റേറ്റ്മെൻറ്റ് 2 എലിമിനേറ്റ് ചെയ്തു. ഓക്കെ, സോ പിന്നെ വരുന്ന ഓപ്ഷൻ ബിയും സിയും ആണ്, 2 onlyയും 2 and 3യും. അപ്പോൾ 2 എന്തായാലും ഉണ്ട്, ലിച്ചൺ അപ്പോൾ എന്തായാലും വരും. ദെൻ പിന്നെ വരുന്നത് എന്താണ്, 3 ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ 1 എന്തായാലും ഇല്ലെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഫേണും എലിമിനേറ്റ് ചെയ്യാം. ദെൻ മോസ് ഉണ്ടാകുന്ന മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ മോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനും എന്താണ് സർഫസ് വേണ്ട, അല്ലെങ്കിൽ എന്താണ് അതും എന്തിനാണ് സർഫസ് ഇല്ലാതെയാണ്, സോയിൽ സർഫസ് ഇല്ലാതെ എന്താണ് അതിന് ജീവിക്കാനായിട്ട് പറ്റും. സോ ആൻസർ എന്താണ്, ഓപ്ഷൻ സി ആണ്, 2 and 3 ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫേണിൻ്റെ കാര്യം പറയുന്നത് എന്താണ്, അത് വാസ്കുലർ പ്ലാന്റ്സ് ആണ് ഫേൺ എന്ന് പറയുന്നത് തന്നെ. അതുകൊണ്ട് എന്താണ് വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള ഒരു സോയിൽ വേണം. വെൽ ഡ്രെയിൻഡ് സോയിൽ അതിന് ആവശ്യമുള്ള, എന്നാൽ മോയിസ്റ്റ് ആയിട്ടുള്ള സോയിൽ വേണം. സോ അതുകൊണ്ട് എന്താണ് അത് പറ്റത്തില്ല. സെക്കൻഡ് ലിച്ചൻ നമ്മൾ പറഞ്ഞു. ലിച്ചൻ എന്ന് വെച്ചാൽ എന്താണ്, സിംബയോട്ടിക് റിലേഷൻ ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലുള്ളതാണ്, ഫംഗസ് ആൻഡ് ആൽഗെ. ഓക്കെ, അപ്പോൾ എന്താണ് അതിന് ഇപ്പോൾ എന്തായിരിക്കും, ബെയർ റോക്സിലായാലും ട്രീ ബാർക്കിലായാലും അതിലെല്ലാം എന്താണ് പറ്റിപ്പിടിച്ചിരിക്കാനായിട്ട് പറ്റും. ഓക്കെ, ട്രീ ബാർക്ക്. അപ്പോൾ അതുകൊണ്ട് എന്താണ് അതിന് ആവശ്യമില്ല. പിന്നെ വരുന്നത് എന്താണ്, മോസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞ്. മോസ് എന്ന് വെച്ചാൽ എന്താണ്, നോൺ വാസ്കുലർ പ്ലാന്റ്സ് ആണ്. ഓക്കെ, സോ അതുകൂടെ എന്താണ് അവർക്ക് ട്രൂ റൂട്ട്സ് ഇല്ല, ലാക്ക് ട്രൂ റൂട്ട്സ്. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് അവരുടെ ഒരു സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചർ എന്ന് പറയുന്ന പേരാണ് റൈസോയിഡ്സ്. ഈ റൈസോയിഡ്സ് വെച്ച് എന്താണ് അവർ ഏതെങ്കിലുമൊക്കെ ഒരു സർഫസിൽ ആങ്കർ ചെയ്ത് ജീവിക്കും. ഓക്കെ, സോ ഈ റൈസോയിഡ്സ് യൂസ് ചെയ്ത് അവർ ഏതെങ്കിലും സ്ട്രക്ചറിൽ എന്താണ് ആങ്കർ ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നത്. ദെൻ നമ്മൾ പറഞ്ഞു മഷ്റൂമിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. അതിനെന്താണ് സോയിൽ അല്ലെങ്കിൽ എന്താണ് ഡീക്കേയിങ് വുഡ് ഇത് എന്തെങ്കിലും അതിനും വേണം. സോ ആൻസർ എന്തായിരിക്കും, ഓപ്ഷൻ സി ആണ്, 2 and 3 only ആയിരിക്കും. ഓക്കെ, 1 ഉം 4 ഉം വരത്തില്ല. ഫേണും മഷ്റൂമിനും എന്ത് ചെയ്യണം, ഒരു സോയിൽ ബേസ് വേണം. ഓക്കെ, നെക്സ്റ്റ് 21. Which of the following is used in preparing a natural mosquito repellent? നാച്ചുറൽ മസ്കിറ്റോ റെപ്പലൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കോൺഗ്രസ് ഗ്രാസ്, എലഫന്റ് ഗ്രാസ്, ലെമൺ ഗ്രാസ്, നട്ട് ഗ്രാസ്. നമുക്കറിയാവുന്ന ഏതാണ് നാച്ചുറൽ മസ്കിറ്റോ റെപ്പലൻ്റ് എന്ന് പറയുന്നത്, ലെമൺ ഗ്രാസ് ആയിരിക്കും. ഓക്കെ, ബാക്കി ഇപ്പോൾ കോൺഗ്രസ് ഗ്രാസ്, എലഫന്റ് ഗ്രാസ്, നട്ട് ഗ്രാസ് ഇതൊന്നും എന്താണ് നാച്ചുറൽ മസ്കിറ്റോ റെപ്പലൻ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും, ലെമൺ ഗ്രാസ് ആയിരിക്കും. കോൺഗ്രസ് ഗ്രാസ് എന്ന് വെച്ചാൽ അത് ഇൻവേസീവ് വീടാണ്, ഇൻവേസീവ് വീടാണ്. നോർമലി ഇറ്റ്സ് ഹാർംഫുൾ ടു ഹ്യൂമൻസ് ആൻഡ് അവിടെ നിന്നാൽ ലിവ് സ്റ്റോക്സിനൊക്കെ ഹാർംഫുൾ ആണ്. ഹ്യൂമൻസിനും ലൈഫ് സ്റ്റോക്സിനൊക്കെ എന്താണ് അലർജിക്കും കാരണമാകുന്നുണ്ട്. ഓക്കെ, സ്കിൻ ഡിസീസിനൊക്കെ കാരണമാകുന്നുണ്ട്. ദെൻ എലഫന്റ് ഗ്രാസ് എന്ന് വെച്ചാൽ എന്താണ്, അതൊരു ടോൾ ട്രോപ്പിക്കൽ ഗ്രാസ് ആണ്. ആൻഡ് ആൾസോ ഹൈ ക്വാളിറ്റി ഫോറേജ് ഫോർ ലൈഫ് സ്റ്റോക്ക്. ഓക്കെ, നമ്മൾ ലൈഫ് സ്റ്റോക്സിനൊക്കെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡ് എന്താണ് ഇതിൽ നിന്ന് കിട്ടും. ഓക്കെ, ഈ എലഫന്റ് ഗ്രാസിൽ നിന്ന് കിട്ടും. ദെൻ നട്ട് ഗ്രാസ് എന്ന് പറയുന്നത് എന്താണ്, അതൊരു ഗാർഡൻ വീടാണ്. ഓക്കെ, അതാണ് നട്ട് ഗ്രാസ് എന്ന് പറയുന്നത്. സോ ആൻസർ എന്താണ്, ഓപ്ഷൻ സി ആയിരിക്കും, ലെമൺ ഗ്രാസ് ആണ് എന്ന് പറയുന്നത് നാച്ചുറൽ മസ്കിറ്റോ റെപ്പലൻ്റ് എന്ന് പറയുന്നത്. സോ അതാണ് 21ാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ സി ആണ്. 22. കൺസിഡർ ദ ഫോളോയിങ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസം: കോപ്പിപോഡ്സ്, സൈനോബാക്ടീരിയ, ഡയറ്റോംസ്, ഫോർമാമിനിഫെറ. Which of the above are primary producers in the food chain of the ocean? അപ്പോൾ ഓഷനിലെ ഫുഡ് ചെയിനിലെ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്.
ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് സയനോ ബാക്ടീരിയ. നമ്മൾ എവിടെ പഠിച്ചാൽ എന്താണ് സയനോ ബാക്ടീരിയ പ്രൈമറി ഫുഡ് ചെയിനിൽ വരുന്നതാണ്. അത് നമുക്ക് അറിയാവുന്നതാണ്. കാരണം സയനോ ബാക്ടീരിയ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗി എന്ന് പറയുന്നത് എന്താണ് പ്രൈമറി ഫുഡ് ചെയിനിൽ വരുന്നതാണ്. അപ്പോൾ അത് നമുക്ക് എന്തായാലും അറിയാം. സോ 2 ഇല്ലാത്ത ഓപ്ഷൻസ് ആദ്യമേ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. 1 and 2 ഉണ്ട്, 2 and 3 ഉണ്ട്. ഓക്കെ, ഇനി അപ്പോൾ 1 കോപ്പി പോട്ട്സ്, അതുപോലെ തന്നെ ഡയറ്റോംസ്, ഇതിൽ ഏതാണ് വരുന്നത് നോക്കുക. ആൻസർ എന്താണ് ഡയറ്റോംസും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 2 and 3 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ കോപ്പി പോട്ട്സ് അതുപോലെ എന്താണ് ഫോറാമിനിഫെറ, ഇത് രണ്ടും എന്താണ് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് അല്ല, പകരം സൈനോ ബാക്ടീരിയയും ഡയറ്റോംസും എന്താണ് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആണ്. സൈനോ ബാക്ടീരിയ നമുക്കറിയാം, അതിന് പറയുന്ന വേറൊരു പേര് വന്നത് ബ്ലൂ ഗ്രീൻ ആൽഗെ. ഓക്കെ, അതായത് ഇതെന്താണ് ഒരു ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ ആണ്. അതുകൂടെ എന്താണ് സൺലൈറ്റിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് എന്താണ് മറൈനിലെ മേജർ പ്രൊഡ്യൂസേഴ്സിന് അല്ലെങ്കിൽ പ്രൈമറി പ്രൊഡ്യൂസേഴ്സിന് എക്സാമ്പിളാണ് അവരെന്ന് പറയുന്നത്. ദെൻ ഡയറ്റോംസ് ആണ്, അത് എന്താണ് മൈക്രോ ആൽഗിയാണ് ഡയറ്റോംസ് വരുന്നത്. മൈക്രോ ആൽഗിയാണ് വരുന്നത്. അവർക്കും എന്താണ് ഈ പ്രധാനപ്പെട്ട ഫോട്ടോ പ്ലാങ്ക്ടനൊക്കെ മെയിനായിട്ട് വരുന്ന ഫൈറ്റോ പ്ലാങ്ക്ടനൊക്കെ എന്താണ് ഇതിൻ്റെ ഈ ഡയറ്റോംസിൽ വരുന്നതാണ്. സോ അതുകൊണ്ട് എന്താണ് അത് രണ്ടും വരുന്നുണ്ട്. ഇനി കോപ്പി പോട്ട്സ് എന്ന് വെച്ചാൽ എന്താണ് അത് പ്രൈമറി കൺസ്യൂമേഴ്സ് ആണ്. ഓക്കെ, പ്രൈമറി കൺസ്യൂമേഴ്സ് ആണ്. അത് ഈ ഫൈറ്റോ പ്ലാങ്ക്ടനെയൊക്കെ എന്താണ് അവർ ഈറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ദേ ഈറ്റ് ഫൈറ്റോ പ്ലാങ്ക്ടൺ. അതായത് മെയിനായിട്ട് ഏതായിരിക്കും വരുന്നത് ഹെർബിവോർസ് ആണ് വരുന്നത്. ദെൻ ഫോറാമിനിഫെറ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഇത് ഒരു സിംഗിൾ സെല്ല് അമീബോയിഡ് പ്രോട്ടോസോയിഡാണ്. ഓക്കെ, സിംഗിൾ സെല്ലാണ്. ഓക്കെ, ജനറലി അവരെന്താണ് ഹെറ്ററോട്രോപിക് ആണ്. അത് ബാക്ടീരിയ അതുപോലെ എന്താണ് ഈ ഡയറ്റോമിനെയൊക്കെ അവരെന്ത് ചെയ്യുന്നത് കൺസ്യൂം ചെയ്യും. ഓക്കെ, സോ അതാണ് ഫോറാമിനിഫെറ. അതുകൊണ്ട് എന്താണ് കോപ്പി പോട്ട്സും ഫോറാമിനിഫെറ എന്തായിരിക്കും അവർ കൺസ്യൂമേഴ്സ് ആണ്. പക്ഷേ സൈനോ ബാക്ടീരിയൻ ഡയറ്റോംസും ആണ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ്, 2 and 3 ഓൺലി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് 23. കൺസിഡർ ദ ഫോളോയിങ് ആനിമൽസ്: ഹെഡ്ജ്ഹോഗ്, മർമോത്ത്, പാങ്കോളിൻ. To reduce the chance of being captured by predators, which of the above organisms roll-ups or roll up and protects or protect its or their vulnerable parts? Option A 1 and 2 only, option B 2 only, option C 3 only, option D 1 and 3 only. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് പ്രഡേറ്റേഴ്സിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എന്താണ് റോളപ്പ് ആവുന്നത്? ഓക്കെ, റോൾ ആവുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ് 1 and 3 ആണ്. അതായത് ഹെഡ്ജ്ഹോഗും പാങ്കോളിനും മാത്രമേ എന്ത് അങ്ങനെ മാറത്തുള്ളൂ. അതായത് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. മർമോട്ട് എന്ന് വെച്ചാൽ എന്താണ് അതൊരു സ്ക്വറലിൻ്റെ ആണ്. ഓക്കെ, മർമോട്ട് എന്ന് വെച്ചാൽ ഒരു ഗ്രൗണ്ട് സ്ക്വറലാണ്, ലാർജ് ഗ്രൗണ്ട് സ്ക്വറലാണ്. ലാർജ് ഗ്രൗണ്ട് സ്ക്വറലിനാണ് പറയുന്നത്. ഇവരെങ്ങനെയാണ് പ്രെഡേറ്റേഴ്സിനെ രക്ഷപ്പെടുന്നത്? ഇവരൊരു ലൗഡ് വിസിൽ എമിറ്റ് ചെയ്യും. ഓക്കെ, ലൗഡ് വിസിലിംഗ് ഉണ്ടാക്കും. സോ അതെന്ത് ചെയ്യുന്നുണ്ട്? നോർമലി അലാം ചെയ്യുന്നുണ്ട്. അലാമായിട്ട് വാൺ ചെയ്യും. അവരുടെ ആ ഒരു കൂട്ടത്തിൽ എന്താണ് അവരുടെ ആ കോളനി എന്താണ് വാൺ ചെയ്യും. സോ ആ സമയം അവരെന്ത് ചെയ്യുന്നുണ്ട്? റിട്രീറ്റ് ഇൻ ടു ഡീപ്പ് അണ്ടർഗ്രൗണ്ട് ബറോസ്. ഓക്കെ, സോ അതെന്താണ് ആ ടൈമിൽ അവരെന്ത് ചെയ്യും? ഡീപ്പ് അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള ബോറോസിലേക്ക് എന്താണ് പോയി ഒളിക്കും. സോ അതാണ് അവരുടെ ആ ഒരു റിട്രീറ്റിംഗ് മെത്തേഡ് അല്ലെങ്കിൽ എന്താണ് അവരുടെ ആ ഒരു ഡിഫെൻസീവ് മെക്കാനിസം എന്ന് പറയുന്നത്. പക്ഷേ ഹെഡ്ജ്ഹോഗ് ആയാലും ബാങ്കോളിനായാലും എന്താണ് ഇവർ രണ്ടുപേരും എന്താണ് പ്രഡേറ്റേഴ്സിന് രക്ഷപ്പെടാനായിട്ട് ബോഡി എന്താണ് റോളപ്പ് ചെയ്താണ് വയ്ക്കുന്നത്. ഓക്കെ, ഹെഡ്ജ്ഹോഗ് ആണെങ്കിൽ പ്രധാനമായിട്ട് എന്താണ് അതൊരു ബാക്ക് മസിൽസ് ഉണ്ട്, അതിനെന്ത് ചെയ്യും? കേൾ ചെയ്യും. ഓക്കെ, അതിൻ്റെ ബാക്ക് മസിൽസിനെ കേൾ ചെയ്ത് എന്ത് ചെയ്യും? ടൈറ്റ് ബോൾ പോലെ ആക്കി മാറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് അവരുടെ പ്രധാനമായിട്ട് ആ ബെല്ലി അതുപോലെ ഹെഡ് ലെഗ്സ് ഇതെല്ലാം എന്താണ് മറഞ്ഞിരിക്കും. ആകെപ്പാടെ പുറത്തോട്ട് കാണുന്നത് സ്പൈൻസ് മാത്രമായിരിക്കും. അത് പ്രഡേറ്റേഴ്സിന് എന്തായിരിക്കും വളരെ കഷ്ടമായിരിക്കും. കാരണം ആ സ്പൈൻസ് കൊണ്ട് എന്തായിരിക്കും അവർക്ക് പെയിൻ ഉണ്ടാവും. സോ ഹെഡ്ജ്ഹോഗും അതുപോലെ എന്താണ് ബാങ്കോളിനും എന്താണ് ആൻറ്റീറ്റേഴ്സ് എന്നാണ് പ്രധാനമായിട്ടും അറിയപ്പെടുന്നത്. അവരും എന്താണ് അവരുടെ ഈ ഒരു ഡേഞ്ചർ ഉണ്ടാകുന്ന ടൈമിൽ എന്താണ് അവരുടെ ആ ഒരു ബോഡി റോൾ ചെയ്ത് മാറ്റും. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1 and 3 ഓൺലി ആണ്. നെക്സ്റ്റ്, with reference to the New York Declaration on Forest, which of the following statements are correct? First one, it was first endorsed at the United Nations Climate Summit in 2014. Second, it endorses a global timeline to end the loss of forest. It is a legally binding international declaration.
Fourth one, it is endorsed by governments, big companies and indigenous communities. Fifth one, India was one of its signatories at its inception. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഉണ്ടോ നോക്കാം. നോർമലി പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ ലീഗലി ബൈൻഡിങ് ഇന്റർനാഷണൽ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ന്യൂയോർക്ക് ഡിക്ലറേഷൻ ഓൺ ഫോറസ്റ്റ് ലീഗലി ബൈൻഡിങ് ആണെന്ന് പറയുന്നത്. ഒട്ടുമിക്ക ഇങ്ങനത്തെ ഡിക്ലറേഷൻ ഒക്കെ വരുന്നത് എന്തായിരിക്കും, അത് ലീഗലി ബൈൻഡിങ് ആവാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. ഓക്കെ, സോ നമുക്ക് 3 എലിമിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബിയും സിയും ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ പിന്നെ വരുന്ന നോക്കി, ഇന്ത്യ വാസ് വൺ ഓഫ് ഇറ്റ്സ് സിഗ്നേറ്ററീസ് ഇൻ ഇൻസെപ്ഷൻ എന്ന് പറയുന്നുണ്ട്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ഇന്ത്യ എന്താണ് അതിൻ്റെ സിഗ്നേറ്ററി ആയിരുന്നില്ല തുടക്കമേ. സോ 5 എലിമിനേറ്റ് ചെയ്താൽ നമുക്ക് ഏതൊക്കെ വരും, 1, 2 and 4 ആയിരിക്കും അത് ആൻസർ വരുന്നത്. കാരണം ന്യൂയോർക്ക് ഡിക്ലറേഷൻ ഓൺ ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഫസ്റ്റ് എൻഡോസ്ഡ് വിത്ത് ദ യുണൈറ്റഡ് നേഷൻ ക്ലൈമറ്റ് സബ്മിറ്റ് ഇൻ 2014 ആയിരുന്നു. ദെൻ എൻഡോസ്ഡ് ഗ്ലോബൽ ടൈം ലൈൻ ടു എൻഡ് ദ ലോസ് ഓഫ് ഫോറസ്റ്റ്. ഓക്കെ, അതിനൊരു ടൈം ലൈൻ അവർ കൊടുത്തിരുന്നു. 2020 ഓക്കെ, 2020 തുടങ്ങി 2030 ആകുമ്പോൾ എൻഡ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് 2030 2030 എന്താണ് എൻഡ് ചെയ്യണം. ആ ടൈം ലൈനാണ് അവർ പറഞ്ഞത്. ദെൻ ഇറ്റ് എൻഡോസ്ഡ് ബൈ ഗവൺമെൻറ്റ്സ്, ബിഗ് കമ്പനീസ് ആൻഡ് ഇൻഡിജിനസ് കമ്മ്യൂണിറ്റീസ്. ഇതെന്താണ് ലീഗലി ബൈൻഡിങ് അല്ല, ഇതിൻ്റെ വോളണ്ടറി അല്ലെങ്കിൽ എന്താണ് നോൺ ബൈൻഡിങ് ആണ്. ഓക്കെ, സോ ഇറ്റ്സ് എ വോളണ്ടറി ആൻഡ് നോൺ ബൈൻഡിങ് ആണ്. ഓക്കെ, സോ അതാണ് 24th ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് എന്താണ്, ഓപ്ഷൻ എ ആയിരിക്കും. 1, 2 and 4 ആയിരിക്കും. കാരണം ന്യൂയോർക്ക് ഡിക്ലറേഷൻ ഓൺ ഫോറസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, യുണൈറ്റഡ് നേഷൻ ക്ലൈമറ്റ് സബ്മിറ്റ് 2014 ഭാഗമായിട്ടാണ് എൻഡോസ് ചെയ്തത്. ആൻഡ് ഇറ്റ് എൻഡോസ് ദ ഗ്ലോബൽ ടൈം ലൈൻ ടു എൻഡ് ദ ലോസ് ഓഫ് ഫോറസ്റ്റ് 2020 മുതൽ 2030 ആയിരുന്നു അതിൻ്റെ എൻഡ് പീരീഡ് എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് എ ലീഗലി ബൈൻഡിങ്, ഇത് വോളണ്ടറി ആൻഡ് നോൺ ബൈൻഡിങ് ആണ്. It endorsed by governments, big companies and indigenous communities ആണ്. And also India was not the signatory at its inception. Okay, so ഇതാണ് 24th ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആയിരിക്കും. 1, 2 and 4 ആണ്. നെക്സ്റ്റ് ഇന്നത്തെ അവസാനത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 25. മാഗ്നറ്റൈറ്റ് പാർട്ടിക്കിൾസ് സസ്പെക്റ്റഡ് ടു കോസ് ന്യൂറോഡീജനറേറ്റീവ് പ്രോബ്ലംസ് ആർ ജനറേറ്റഡ് ആസ് എൻവയോൺമെൻറ്റൽ പൊല്യൂട്ടൻസ് ഫ്രം വിച്ച് ഓഫ് ദ ഫോളോയിങ്. ഇപ്പോൾ താഴെ പറയുന്ന ഏരിയ നിന്നൊക്കെയാണ് മാഗ്നറ്റൈറ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാകുന്നതാണ് ചോദിച്ചേക്കുന്നത്. ബ്രേക്സ് ഓഫ് മോട്ടോർ വെഹിക്കിൾ, എൻജിൻസ് ഓഫ് മോട്ടോർ വെഹിക്കിൾ, മൈക്രോവേവ് സ്റ്റവ് വിത്ത് ഹോംസ്, പവർ പ്ലാന്റ്സ്, ടെലികോം ലൈൻസ്. ഓക്കെ, അപ്പോൾ എന്തായാലും മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ഇതെന്ന് വെച്ചിട്ടുണ്ടായിരിക്കും ആ പേരിൽ തന്നെ ഉണ്ടായിരിക്കും എന്തോ ഹൈ മാഗ്നറ്റിക് ഉള്ള ഒരു സാധനമാണ്. ഹൈലി മാഗ്നറ്റിക് ആണ്. ഓക്കെ, സോ ഇതൊരു ഹൈലി മാഗ്നറ്റിക് മിനറലാണ്. ആൻഡ് ആൾസോ ഫോം ഓഫ് അയൺ. ഓക്കെ, സോ അതിനാണ് എന്ത് മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ഇത് നമുക്കിപ്പോൾ ഏതൊക്കെ എടുക്കാൻ നോക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. പവർ പ്ലാന്റ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പവർ പ്ലാന്റ്സ് നമുക്കറിയാം എന്തായാലും എന്താണ് അതിൽ ഈ ഒരു മിനറൽസിൻ്റെ ഇത് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് പവർ പ്ലാന്റ്സിൽ. അപ്പം 4 ഉള്ള ഓപ്ഷൻസ് മാത്രം നമുക്ക് എന്തായാലും എടുക്കാം. അപ്പം എ ക്യാൻസൽ ചെയ്യാം. അതുപോലെ നോക്കി, മൈക്രോവേവ് സ്റ്റൗസ് വിത്ത് ഹോംസ്. മൈക്രോവേവ് സ്റ്റൗസിന് മാഗ്നറ്റിക് ഫീച്ചേഴ്സിൻ്റെ ആവശ്യമുണ്ടോ? നോർമലി നമുക്കറിയാം മൈക്രോവേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ പ്രധാനമായിട്ടും എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇത് ഹൈലി മാഗ്നറ്റിക് ആയിട്ടുള്ള മിനറലാണ്. അതുകൂടാതെ എന്താണ് അവർ എയർ പൊല്യൂഷനും മറ്റുമോ കാരണമെന്നാണ് പറയുന്നത്. സോ ഈ ടെലിഫോൺ ലൈൻസ് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മൈക്രോ സ്റ്റവ് ഇൻ ഹോംസ് വിത്തിൻ ഹോംസും പറയുന്നുണ്ട്. കാരണം ഇതിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് എപ്പോഴും പ്രൊഡ്യൂസ് ആയിക്കൊണ്ടുവന്നാൽ എന്തായാലും ആലോചിച്ച് നമ്മൾ വീട്ടിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിന് എപ്പോഴും ഈ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടെന്ന് എന്തായിരിക്കും നമ്മുടെ ഹെൽത്തിന് ഒരുപാട് പ്രശ്നമായിരിക്കും. സോ അങ്ങനെ ഒരു ഇത് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് നോക്കിയാൽ 3 ഇല്ലാത്ത നോക്കുമ്പോൾ സിയും ഡിയും എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ആൻസർ ഏതായിരിക്കും, നമുക്ക് ബി മാത്രം വരുന്നത് എടുക്കാം. ഓക്കെ, അതായത് 1, 2 and 4 മാത്രം നോക്കാം. അപ്പോൾ 5 നമുക്ക് മാറ്റാം. കാരണം ടെലിഫോൺ ലൈൻസിലും അങ്ങനെ ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ്. നമുക്കറിയാം മൈക്രോവേവ് സ്റ്റവ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ വീട്ടിൽ യൂസ് ചെയ്യുന്നതാണ്. അതിൽ നിന്ന് എപ്പോഴും എന്താണ് മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ഉണ്ടായിക്കൊണ്ടിരുന്ന സ്വാഭാവികമായിട്ടും നമുക്ക് എന്തായിരിക്കും ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസിന് കാരണമാകും. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ബ്രേക്സ് ഓഫ് മോട്ടോർ വെഹിക്കിൾസിൻ്റെ ബ്രേക്സ് ചെയ്യുന്നത്. ഓക്കെ, കാരണം അതെന്താണ് ശരിയായിട്ടുള്ള കാര്യമാണ്. കാരണം ഹൈ ടെമ്പറേച്ചറും ഫ്രിക്ഷനും ഉണ്ടാകുമ്പോൾ എന്താണ് ഹൈ ടെമ്പറേച്ചർ പ്ലസ് ഫ്രിക്ഷൻ. ഹൈ ടെമ്പറേച്ചറും ഫ്രിക്ഷനും ഉണ്ടാകുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും അവിടെ എന്താണ് ബ്രേക്ക് പാർട്സും ഡിസ്കും തമ്മിൽ ഒരസുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാകുന്നുണ്ട്, ഈ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ഉണ്ടാകുന്നുണ്ട്. ദെൻ സെക്കൻഡ് പറയുന്നത് എന്താണ് എൻജിൻസ് ഓഫ് മോട്ടോർ വെഹിക്കിൾസ്. അതെന്താണ് അവിടെ ഒരു കംപ്രഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് എന്താണ് മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ഉണ്ടാകുന്നുണ്ട്. അത് നാനോ പാർട്ടിക്കിൾസ് ആണ്. ദെൻ പവർ പ്ലാന്റ്സ് നമ്മൾ പറഞ്ഞ പവർ പ്ലാന്റ്സ് എന്താണ് അവിടെ ഹൈ ടെമ്പറേച്ചർ വെച്ചുള്ള പ്രോസസ്സുകളാണ് നടക്കുന്നത്. സോ അതുകൊണ്ട് എന്താണ് അതിൻ്റെ ഫ്ലൈ ആഷിൻ്റെയൊക്കെ ഫലമായിട്ട് എന്താണ് മാഗ്നറ്റൈറ്റ് ഉണ്ടാകുന്നുണ്ട്. സോ ആൻസർ വരുന്നത് എന്താണ് ഓപ്ഷൻ ബി ആണ്. 1, 2 and 4 ആണ്. മൈക്രോവേവ്സ് ആയാലും അതുപോലെ തന്നെ ടെലിഫോൺ ലൈൻസിലും എന്താണ് അവിടെ ഈ ഒരു മാഗ്നറ്റൈറ്റ് പാർട്ടിക്കിൾസ് ജനറേറ്റ് ആവുന്നില്ല.
അപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ ബി 1, 2 ആൻഡ് 4 ഓൺലി മാത്രമായിരിക്കും. ഓക്കെ, ബാക്കി 3 അതുപോലെ തന്നെ 5 തെറ്റാണ്. ഓക്കെ, സോ അതാണ് 25ാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും. സോ അപ്പോൾ നമ്മൾ ഇന്നത്തെ 25 ക്വസ്റ്റ്യൻസ്, അതായത് 2021 ആദ്യത്തെ 25 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ തന്നെ അടുത്ത സെക്ഷനിൽ നമ്മൾ അടുത്ത 25 ക്വസ്റ്റ്യൻസ്, അതായത് 26 മുതൽ 50 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. We offer well-equipped reading rooms for students. Reading room and premium reading room. Our facilities are comfortable and executive chairs, inbuilt lockers, Wi-Fi, newspapers, periodicals, and a fully air-conditioned, peaceful environment and CCTV secured. Additional facilities include clean drinking water, a separate lunch area, and a game zone, chess and carom, for relaxation. For admission, contact us on 909448545 Trivandrum.